ലെറ്റ്സ് വെൽക്കം ഫാത്തിമ മിൻഹ ആൻഡ് സാബിറ മാം. കല്യാണം എന്ന് പറയുന്നത് തന്നെ ഒരു സപ്പോർട്ടിംഗ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അഡ്ജസ്റ്റ്മെന്റ് എല്ലാം കൂടിയിട്ടുള്ളത്. അപ്പോൾ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ കണ്ടത് നമ്മുടെ ഉപ്പൻ്റെയും ഉമ്മൻ്റെയും ലൈഫിൽ നിന്നാണ്. കാരണം ഉമ്മ ഭയങ്കര ബിസി ആവുന്ന സമയത്തും അതിനെ കൂടെ സ്ട്രെങ്തൻ ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വാപ്പ ഉണ്ടാകും. കുട്ടികളെ പാഷൻ നോക്കി വളർത്തണം. അപ്പോൾ അതും കൂടെ ഇതിലൂടെ മനസ്സിലായി കഴിഞ്ഞു. ഇപ്പം ജീവിതം എന്തായാലും ഇങ്ങനെ ഇനി മക്കൾക്ക് വേണ്ടി അതല്ല, കുറച്ച് സമയം നമ്മളെ കൂടെ സ്പെൻഡ് ചെയ്യണം. ട്രിപ്പ് പോകാൻ, ചായ കുടിക്കാൻ, ഫാമിലി ആയിട്ടിരിക്കാൻ, സ്വന്തമായിട്ടിരിക്കാൻ, ഇതിനൊക്കെ ഉമ്മ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ മക്കളുണ്ട്, ഒരു സൈഡിൽ കരിയർ ഉണ്ട്. ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്യാനുള്ളത് റിസ്ക് തന്നെയാണ്. പക്ഷേ അത് സാക്രിഫൈസ് ചെയ്തിട്ട് അതിന് വേണ്ടി രണ്ടിനും സമയം കണ്ടെത്തി കഴിഞ്ഞാൽ എൻജോയ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സമയം. പാരന്റിംഗ് എന്ന് പറയുന്നത് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമല്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവരുടെ പാരൻറ്റ് എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അവരുടെ റോൾ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ നമ്മളെല്ലാവരും ഇന്ന് നോക്കിക്കാണുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഫാത്തിമ മിൻഹയും ആളുടെ ഉമ്മയാണ് ഇന്ന് നമ്മളുടെ കൂടെ മാമ ടോക്കിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് അവരെ രണ്ടുപേരെയും നമ്മളുടെ ഈ ഒരു ഷോയിലേക്ക് വെൽക്കം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ഫാത്തിമ മിൻഹ ആൻഡ് സാബിറ മാം. ഓക്കെ, നമ്മളെല്ലാവരും കാണുന്നത് ഫാത്തിമ മിൻഹയാണ്, പബ്ലിക്കിലേക്ക് കാണുന്നതും എല്ലാം. പക്ഷേ എല്ലാ സ്റ്റേജിലും ആൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ആൾ ഇന്ന് ഈ നിലയിലെത്താൻ കാരണം, അല്ലെങ്കിൽ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് എപ്പോഴും പാരൻസ് ആണ്. അല്ലെങ്കിൽ ഏതൊരു സ്റ്റേജിൽ കയറിയാലും ആൾ പറയുന്നൊരു കാര്യം പാരൻസിനെ കുറിച്ചിട്ടാണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതും നമ്മളെ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നതും ഈ ഒരു പാരൻസ് എത്രത്തോളം മിൻഹയുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാവർക്കും ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്നതായിരുന്നു അപ്പം ഉമ്മാനെ എങ്ങനെയാണ് നമുക്കൊന്ന് കിട്ടുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ആള് മിൻഹയുടെ ലൈഫിൽ ഇത്രയും ഇൻഫ്ലുവൻസ് ആയിട്ടുള്ളത്, ഇങ്ങനെ ഒരു ലെവലിലേക്ക് ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ മിൻഹയെ വളർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉമ്മ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്ന് അറിയാൻ എല്ലാവർക്കും ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും റിക്വസ്റ്റ് വാങ്ങിച്ചിട്ട് ഇന്ന് ഫാത്തിമ മിൻഹയുടെ ഉമ്മ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ആളൊരു ഹെഡ് മിസ്ട്രസ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് മൈൻഡ് മാസ്റ്ററി ട്രാൻസ്ഫോർമേഷണൽ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം മിൻഹ ഇന്ന് ഈ നിലയിൽ എത്തിപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണം. നമുക്ക് ആളോട് തന്നെ ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഉമ്മ, ഫാത്തിമ മിൻഹ എന്ന് പറയുമ്പം ഇന്ന് ആൾ ചെറിയ ഒരു വയസ്സിലാണെങ്കിൽ പോലും എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു ആളുടെ ഉമ്മയായിട്ടാണ് നിൽക്കുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ഒരു കൈ ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പം എങ്ങനെയായിരുന്നു ഇതിനുള്ള തുടക്കം? അപ്പോൾ മിൻഹ ഉണ്ടാവുന്ന മുന്നേ തന്നെ ഇത് പ്ലാനിങ് ഉണ്ടായിരുന്നു. എൻ്റെ അതിൻ്റെ കൺസെപ്റ്റ് ഉണ്ട്, എനിക്കുണ്ടാവുന്നൊരു കുട്ടി ഇങ്ങനെ ആയിരിക്കണം, പിന്നെ ആ കുട്ടി ഇങ്ങനെയൊക്കെ വളർത്തണം എന്നൊരു ചിന്ത എനിക്ക് ആദ്യം എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ശരിക്കും എല്ലാവരും പാരൻ്റ്, ഒരു കുട്ടി ഭൂമിയിലേക്ക് പിറന്നതിന് ശേഷമാണ് നമ്മൾ പാരൻറ്റിങ് പഠിക്കലും. അതെ, പക്ഷെ നമ്മളങ്ങനെയല്ല, ഉണ്ടാകുന്ന മുന്നേ ആ കുട്ടി എങ്ങനെയായിരിക്കണം, ആ കുട്ടിയെ ഇന്ന നിലയെത്തിക്കണം എന്നൊക്കെ ഒരു ചിന്ത മനസ്സുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ചൈൽഡ് മിൻഹ ആയിരുന്നോ? അല്ലല്ല. അപ്പം ആ ഫസ്റ്റത്തെ ആളുണ്ടാകുന്ന സമയത്തും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? അല്ല, അന്നുണ്ടായിരുന്നു. പിന്നെ കുട്ടിയെ എങ്ങനെയൊക്കെ വളർത്തണം, ഇന്ന സ്ഥാനത്ത് എത്തിക്കണം എന്ന ചിന്ത ഉണ്ടായിരുന്നു. ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ എനിക്ക് അന്ന് തന്നെ ശരിക്കും അന്ന് എൻ്റെ പേരൻസ് പറഞ്ഞു തന്നിട്ടില്ലെങ്കിലും എനിക്കൊരു പ്രത്യേക ഗോൾ ഉണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും മനസ്സിലാതെ അച്ചീവ് ചെയ്യാൻ ഞാൻ അന്ന് തന്നെ ശ്രമിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കാം ഞാൻ ഇന്ന് ഈ ഏജിൽ ഒരു ടീച്ചറായതും HM ആയതൊക്കെ. പിന്നെ അപ്പോൾ ഞാൻ ഇപ്പോൾ മിൻഹയെ പോലെ തന്നെ ആയിരുന്നു. ചെറിയ കുട്ടിയാകുമ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ആക്റ്റീവായിരുന്നു. അന്ന് സോഷ്യൽ മീഡിയ അത്ര ഉഷാറായിട്ടില്ല. പഠനത്തിൻ്റെ കാര്യത്തിലായിരുന്നു, അതുപോലെ തന്നെ കലാമേളകളിലും ഞാൻ സ്റ്റാറായിരുന്നു അന്ന്. പക്ഷേ ഇത്രത്തോളം അറിയപ്പെട്ടിരുന്നില്ല. പിന്നെ പത്രങ്ങളിലൂടെയൊക്കെ നമ്മളെ പേര് കയറി. പിന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നു. ഉപ്പ ടീച്ചറായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ പേരൻസ്, പിന്നെ ഞങ്ങൾ 3 മക്കൾ നന്നായിട്ട് കെയർ ചെയ്തിരുന്നു. അപ്പോൾ അവരിൽ നിന്നും കിട്ടിയ കുറേ ഗുണങ്ങൾ എനിക്കുണ്ടായിരുന്നു. ഇപ്പം ഉമ്മയ്ക്ക് നല്ല പ്ലാനിങ് ആയിരുന്നു മക്കളെ വളർത്തുന്ന കാര്യത്തിൽ. പിന്നെ അന്നത്തെ പാരൻറ്റിങ്ങും ഇന്നത്തെ പാരൻറ്റും വ്യത്യാസമുണ്ട്. അന്നത്തെ പാരൻറ്റ് എന്ന് പറഞ്ഞാൽ അവർ കുറേ റെസ്ട്രിക്ഷൻ നമ്മൾ മുന്നിൽ വെക്കും. അതെ. പക്ഷെ അതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങളിങ്ങനെ ധാർമ്മികമായിട്ട് കുറേ കാര്യങ്ങൾ ഇപ്പോഴും മുന്നിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കൃത്യമായൊരു റൂട്ട് എങ്ങനെയായിരിക്കണം എന്നുള്ള. അപ്പോൾ നേരത്തെ എണീക്കുക, അത് ഉപ്പിമ്മയും ശീലിപ്പിച്ചൊരു ശീലമായിരുന്നു. 5 മണിക്ക് എണീച്ചിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. പിന്നെ വായിക്കുക, നമ്മുടെ പ്രയറും കാര്യം കഴിഞ്ഞിട്ട് വായിക്കുക. അങ്ങനെ കുറേ കാര്യങ്ങൾ ഉപ്പയമ്മയും പിന്നെ നമ്മൾ ശീലിപ്പിച്ചതായിരുന്നു. എനിക്ക് 3 മക്കളെയും, ഞാനും എൻ്റെ 2 അനിയന്മാരുമാണ്. ഞങ്ങൾ 3 ആളും 3 സ്ഥാനത്താണ്. ഞാൻ ടീച്ചറായി, പിന്നെ ഒരാൾ ബിസിനസ്സിലാണ്, ഒരാൾ പിന്നെ വീഡിയോഗ്രാഫറാണ്. അങ്ങനെ എല്ലാവരും 3 ആളും 3 മേഖല 3 പേരും കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ നല്ലൊരു പാരൻറ്റിങ് ആണ്. അപ്പോൾ അവരിൽ നിന്ന് കിട്ടിയൊരു പാരൻറ്റിങ് എൻ്റെ ഉള്ളിലുണ്ട്.
അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, നമ്മുടെ മക്കളെ ഇങ്ങനെയൊക്കെ ആക്കുന്നത് കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ ശരിക്കും നമ്മൾ സക്സസ് ആവണമെങ്കിൽ കുട്ടികളെ നമ്മൾ സൈക്കോളജി കൊടുത്ത് നന്നായിട്ട് തന്നെ കെയർ ചെയ്യണം. അതെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുറേ നിരന്തരം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടേയിരുന്നു. പിന്നെ മൈൻഡ് മാസ്റ്റർ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ബിസിനസ് ക്ലാസ്സുകൾ, അതോടൊപ്പം തന്നെ മെയിൻ റിലീജിയസ് ക്ലാസ്സുകൾ. സ്പിരിച്വലായിട്ട് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ പിന്നെ നമ്മൾ പ്രാർത്ഥനയും കാര്യമൊക്കെ അങ്ങനെയാണ്. അതിൻ്റെ ഇടയിലാണ് മിൻഹ വരുന്നതും. പിന്നെ നമ്മൾ അത് കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, മിൻഹയെ പിന്നെ നല്ലൊരാളാക്കി മാറ്റണം, ഒരു സമൂഹത്തിൽ ഉപകാരപ്പെടുന്ന കുട്ടിയാക്കി മാറ്റുന്നൊക്കെ ചിന്ത ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പിന്നെ കുട്ടികളെ പാഷൻ നോക്കി വളർത്തണം. അപ്പോൾ അതും കൂടെ ഇതിലൂടെ മനസ്സിലായി കഴിഞ്ഞു. അങ്ങനെയാണ് പിന്നെ ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്ന വിചാരിച്ചു. നമ്മൾ ഈ കുട്ടികളുടെ സ്കില്ല് സാധാരണ അറിയുക ഒരു +2 അതൊക്കെ കഴിഞ്ഞിട്ട് ഏതാണോ, കൊമേഴ്സ് ആണോ സയൻസ് ആണോ അങ്ങനെ സ്ട്രീമ് നോക്കി പിന്നെ അങ്ങനെ പഠിച്ചിട്ട് ഏതെങ്കിലുമൊക്കെ എത്തി അങ്ങനെയാണ്. പക്ഷേ മിൻഹേനെ സംബന്ധിച്ച് വളരെ ചെറുപ്പത്തിൽ ആളുടെ ടാലൻറ്റ് എന്താണ്, സ്കില്ല് എന്താണെന്നുള്ളത് ആൾ സ്വയം ഐഡൻറ്റിഫൈ ചെയ്തതാണോ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളതാണോ? അല്ല, അത് പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. ഇവിടെ ചെറുപ്പത്തിൽ നന്നായിട്ട് സംസാരിക്കും. ഞാൻ നന്നായിട്ട് സംസാരിക്കുന്നൊരു പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫാമിലിയിൽ നിന്ന് പറയും, നീ ഓവർ സംസാരമാണ്, ഇങ്ങനെ സംസാരിക്കരുത്. ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല എല്ലാവരും ഇൻട്രാക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഉമ്മയും അനിയന്മാരൊക്കെ പറയും, നീ ഓവർ സംസാരിക്കരുത്, മിതമായി സംസാരിക്കാൻ പാടില്ല, അങ്ങനെ പറയുമ്പോൾ ഒരു ബ്ലോക്ക് ഇടയ്ക്ക് വരും. അപ്പോൾ എൻ്റെ ഒരു ക്യാരക്ടറായിട്ട് തോന്നി എനിക്ക് മിൻഹ അതേപോലെ സംസാരിക്കും. ചെറിയ കുട്ടികൾ നന്നായിട്ട് സംസാരിക്കും, ഭയങ്കര സംസാരപാഠമാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയും, നീ നിനക്ക് കിട്ടിയ ബ്ലോക്ക് മോൾക്ക് കൊടുക്കരുത്, അവളോട് ഇങ്ങനെ പറയരുത്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവൾ നന്നായി സംസാരിച്ചോട്ടെ. അപ്പം അവൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവളെ നമ്മളിങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യും. ഉഷാറാണ്, നീ പറഞ്ഞത് ശരിയാണ്, അംഗീകരിച്ചു കൊടുക്കും. ഇനി പുറത്തുനിന്നൊക്കെ നമ്മൾ സമൂഹത്തിൽ ഇടപെടുമ്പോൾ ഇങ്ങനെ സംസാരിക്കും, അവർ ചിലപ്പോൾ നിനക്ക് രസമായിട്ട് പറയും. അപ്പം ഞാൻ അവരോട് പറയും, പിന്നെ അവരെന്തിനു പറഞ്ഞു കഴിഞ്ഞാൽ നീ അത് മൈൻഡ് ആക്കണ്ട, അവർക്ക് അറിയായിട്ടാവും. വീട്ടിലെത്തിയതിനു ശേഷം പറയും, അവർക്ക് അറിയായിട്ടാവും, പിന്നെ നല്ല രീതിയിൽ എനിക്കറിയുന്നൊക്കെ പറഞ്ഞു സംസാരിച്ചു. അങ്ങനെ ഒരു ബ്ലോക്ക് വരാണ്ട് മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ തിരിച്ചറിഞ്ഞത്, പിന്നെ ഇവൾ 2ാം ക്ലാസ് പഠിക്കുമ്പോൾ അവൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവൾ ടീച്ചർ പറഞ്ഞു, പിന്നെ കുട്ടിയുടെ ആംബിഷൻ ചോദിച്ചപ്പോൾ പിന്നെ പറഞ്ഞത്, മിൻഹ പറഞ്ഞത് എല്ലാവരും പിന്നെ ടീച്ചർ, ഡോക്ടർ ഇതെന്ന് പറഞ്ഞപ്പോൾ ഇവൾ പറഞ്ഞത് ഒരു പബ്ലിക് സ്പീക്കറെന്ന് പറഞ്ഞത്. അതായത് ഇങ്ങനെ പ്രസംഗപ്പീടൊക്കെ വരച്ചിട്ട് പിന്നെ ഒരു സ്പീച്ച് ചെയ്യുന്നത്, അതായത് ഹിജാബ് ധരിച്ചുകൊണ്ട് സ്പീച്ച് ചെയ്യുന്ന ഫോട്ടോ വരച്ചിട്ട് കൊടുത്തു പറഞ്ഞു. അപ്പോൾ ടീച്ചർക്ക് മനസ്സിലായില്ല. അപ്പോൾ ടീച്ചർ എൻ്റെ അടുത്ത് രാത്രി വിളിച്ചിട്ട് ചോദിച്ചു, മിൻഹ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു. അപ്പോൾ എനിക്കും പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നീ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അവൻ പറഞ്ഞിങ്ങനെ പിന്നെ സംസാരിക്കുക, നന്നായിട്ട് പ്രസംഗിക്കുക, അങ്ങനൊരു. അപ്പോൾ എനിക്കും തോന്നി ഇവൾക്ക് അതന്നെ ആയിരിക്കും ഇഷ്ടം. അപ്പോൾ എനിക്കെന്നല്ല, അപ്പോൾ ഞാനും ഹസ്ബൻഡും തീരുമാനിച്ചു ഇവൾക്ക് അവരൊരു അങ്ങനൊരു ടാലൻ്റ് അവൾക്കുണ്ട്, സംസാരിക്കാനുള്ള കഴിവുണ്ട് അവൾക്ക്, നമ്മൾ മനസ്സിലായി കഴിഞ്ഞു. അപ്പം അതിനെ മാക്സിമം നേച്ചർ ചെയ്യാനുള്ളതും അതിലേക്കൊരു ട്രോമ വരാണ്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് എന്നുള്ളതാണ് ആസ് എ മദർ നിങ്ങൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് മിൻഹയിലേക്ക് വരാം. അപ്പം ഉമ്മ പറഞ്ഞു 2ാം ക്ലാസ്സിലെ ഇങ്ങനെ ഒരു പബ്ലിക് സ്പീക്കർ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും അങ്ങനെ ഒരു പ്രൊഫഷൻ ഉണ്ടോയെന്ന് പോലും അറിയാത്തൊരു ടൈമാണ്. അപ്പോൾ എങ്ങനെയാണ് അത് മൈൻഡിലേക്ക് വന്നത്? ഈ ഉമ്മയും ഇപ്പയും കൂടെ പോയിട്ടാണോ ഇങ്ങനെ ഒരു പ്രൊഫഷൻ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞത്, അല്ലെങ്കിൽ ഉള്ളിൽ അങ്ങനെ ഒരു ടാലൻറ്റ് ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടോ? അപ്പോൾ ഇതിപ്പോൾ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ഏറ്റവും ബാക്ക് ബോൺ പാരൻസ് ആണ്. അപ്പോൾ സപ്പോർട്ട് കിട്ടുന്നെന്ന് കണ്ട സമയത്ത് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു സംസാരിക്കണം എന്നുള്ളത്, ഭയങ്കര ആഗ്രഹം. സംസാരിക്കണം, നന്മ കാര്യങ്ങൾ ലോകത്തോട് ഷെയർ ചെയ്ത് കൊടുക്കണം, എന്തെങ്കിലും പറയല്ല, പക്ഷേ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ മാറണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പണ്ട് മുതൽ തന്നെ വീട്ടിലായിക്കോട്ടെ, മൂത്താപ്പ പൊളിറ്റിക്കൽ ഫീൽഡിലാണ്. അപ്പോൾ മൂത്താപ്പ പ്രസംഗിക്കുന്നത് കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. കസിൻ സിസ്റ്റർ ഉണ്ട് നജ്മ തബ്ഷീറ, അപ്പോൾ സിസ്റ്ററിൻ്റെയും ഒരുപാട് കഥകളൊക്കെ കേൾക്കുന്നുണ്ട്. ഉപ്പാൻ്റെയും ഉമ്മൻ്റെയും കൂടെ ഇവർ പറഞ്ഞല്ലോ ട്രെയിനിങ് ക്ലാസ്സസിന് പോകുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് സെഷനൊക്കെ കിട്ടുന്ന കാര്യങ്ങൾ ഞാനിങ്ങനെ എഴുതി വെക്കും. 2ാം ക്ലാസ്സിലല്ല, പക്ഷെ അന്നൊക്കെ മൈൻഡിലുണ്ടെങ്കിൽ പോലും അന്ന് തന്നെ ഉണ്ടായിരുന്നു പബ്ലിക് സ്പീക്കർ ആകണം, സംസാരിക്കണം എന്നുള്ളൊരു സംഭവം. പക്ഷെ അന്ന് പ്രൊഫഷനായിട്ടൊന്നും ഇല്ല. അപ്പം ഇപ്പോഴാണെങ്കിൽ പോലും പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ളത് പ്രൊഫഷനായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് ഏറ്റെടുക്കുന്നുണ്ട് പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ളത്. അത് വളരെ നല്ല സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം അന്ന് തന്നെ പ്രൊഫഷനായിട്ട് മുന്നോട്ട് പോകുന്നുള്ളതല്ല, പണ്ടത്തെ ഒരു എയിമായിരുന്നു പബ്ലിക് സ്പീക്കർ ആകുക എന്നുള്ളത്. പക്ഷേ പിന്നീട് ഞാൻ അതിൽ ആത്മാർത്ഥമായി വിശ്വസിച്ചു എന്നുള്ളത്. ഒരിക്കലും ഇത്ര പെട്ടെന്ന് നേടാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല. ലോക്ക്ഡൗൺ ആയിരുന്നു അതിനുള്ളൊരു ഗോൾഡൻ മൊമെൻ്റ് എന്ന് പറയുന്നത്. ലോക്ക്ഡൗണിലാണ് പലർക്കും ഡിഫിക്കൽട്ട് ടൈംസും ഒരുപാട് പേരെ ഉയർത്തിയതും താഴ്ത്തിയതും ലോക്ക്ഡൗൺ ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഉയർത്തിയത് ലോക്ക്ഡൗൺ ആണ്. എനിക്ക് ഒരുപാട് ചാൻസസ് ആയിട്ട് വന്നതും സോഷ്യൽ മീഡിയ വഴി ഇറങ്ങുന്നതും
പഠിച്ചോ എന്തൊരു സമയം ഇട്ട് തന്നു, അത്രേ ഉള്ളൂ. എല്ലാവർക്കും എന്തിൻ്റെ സമയം ഉണ്ടെന്ന് അറിയുള്ളൂ, ആ സമയം തന്നെ. അതുപോലെ തന്നെ ഇപ്പം ഉമ്മ പറഞ്ഞല്ലോ, ഇപ്പം ഉമ്മാൻ്റെ ഒരു റോൾ എത്രത്തോളം മിൻഹയുടെ ലൈഫിനെ പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞല്ലോ. അപ്പം ഇപ്പോഴും വിശ്വസിക്കുന്നത് അത് തന്നെ ആയിരിക്കും അല്ലേ, ഉമ്മാൻ്റെ ഉപ്പാൻ്റെ. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കും എല്ലാവർക്കും ഉള്ള മെയിനായിട്ട് എല്ലാവരും ചോദിക്കുന്നൊരു മിൻഹ ഏത് സ്റ്റേജിൽ കയറിയാലും പാരൻസിനെ കുറിച്ചിട്ട് പറയും എന്നുള്ളത്. അപ്പം അതിൻ്റെ ഉത്തരം ഈ ഒരു ഇതിൽ നിന്ന് തന്നെ എല്ലാവർക്കും വളരെ വ്യക്തമാണ്. വീഡിയോ എടുത്ത് നോക്കിയാലും പാരൻസിനെ കുറിച്ച് പറയാത്തൊരു വീഡിയോ ഉണ്ടാവില്ല. ലൈക്ക് അത്രയും ഇമ്പോർട്ടൻസ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ജനറേഷനിൽ, ജെൻസി എന്നാണ് നമ്മളുടെ ജനറേഷൻ്റെ പേര്, ഈ ജനറേഷനിൽ ഒരുപാട് കുട്ടികളുണ്ട്, ഒരുപാട് സിറ്റുവേഷൻസും കഥകളും ന്യൂസുകളും നമ്മൾ ദിവസം കേൾക്കുന്നുണ്ട്. അമ്മമാരെ ഒഴിവാക്കുന്നു, അമ്മമാരെ കൊല്ലുന്നു, കുത്തുന്നു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ആലോചിച്ച് പോകും വാട്ട് ഈസ് ദ റിയൽ മീനിങ് ഓഫ് ദാറ്റ്. കാരണം നമ്മളെ വളർത്തി വലുതാക്കുന്നു, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ തോന്നുന്നു ആ പാരൻസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അവരവരെ കാര്യമായിട്ട് മുന്നോട്ട് പോകും. അതല്ല, ഫ്രം എ വെരി യങ് ഏജ് നമ്മൾ എന്താ പറയുക, 10 മാസം ചുമക്കുന്നത് മുതൽ നമ്മൾ മരിക്കുന്നത് വരെ നമ്മുടെ കൂടെ നിൽക്കുന്ന രണ്ടേ മനുഷ്യർ എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളാണ്. അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസോട് കൂടി ലൈഫിൽ കൊണ്ടുവെടുക്കേണ്ടത് നമ്മളാണ്. ഒരു സക്സസ് മൊമെന്റിലെത്തി ഒരു പൊസിഷനിൽ എത്തിയിട്ട് മറക്കേണ്ട ആളുകളല്ല മാതാപിതാക്കൾ എന്ന് പറയുന്നത്. അത് ഇപ്പോഴത്തെ കുട്ടികളോട് ഞാൻ ഏത് സെഷനിൽ പോലും പറയുന്നതാണ്. നമ്മളൊരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞു, ഓക്കെ നമ്മളിവിടെ എത്തി, ഇനി വേറെ ആർക്കും ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ളതല്ല. വാട്ട് ഈസ് ദ റൂട്ട് എന്നുള്ളത് നമ്മൾ എപ്പോഴും നോക്കണം. അത് ടീച്ചേഴ്സ് ആയിക്കോട്ടെ, പാരൻസ് ആയിക്കോട്ടെ. ഞാൻ എപ്പോഴും റൂട്ടിന് കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ഈ ലോകത്തിൻ്റെ ഏത് നാനാഭാഗത്ത് എത്തിയാലും ഐ വുഡ് ഡെഫിനറ്റ്ലി സേ എൻ്റെ സക്സസിൻ്റെ ഏറ്റവും ബാക്ക് ബോൺ എന്ന് പറയുന്നത് എൻ്റെ ടീച്ചേഴ്സും എൻ്റെ പാരൻസും തന്നെ. ആ റൂട്ട് നമ്മൾ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ പലരും സ്റ്റുഡൻസ് പറയാറുണ്ട് പാരൻസിൻ്റെ അടുത്ത് നിന്ന് ഫ്രീഡം കിട്ടണില്ല, മുറുകെ കെട്ടി നിൽക്കുകയാണ്. സ്പിരിച്വലി പോകുന്ന പാരൻസ് ആണെന്നുണ്ടെങ്കിൽ സ്പിരിച്വലി ഭയങ്കരമായിട്ട് മുറുകെ കിട്ടും. ഇതൊന്നുമല്ല, ഒരു പട്ടം ബ്യൂട്ടിഫുൾ ആയിട്ട് പറക്കുന്നത് തന്നെ ഒരു കയറുണ്ടാകുന്ന സമയത്ത് ആ കയർ എപ്പോഴും വേണം. അത് എത്ര വലുതായിക്കോട്ടെ, ആ കയറുണ്ടാകുന്ന സമയത്ത് ഇതൊരു എലാസ്റ്റിക് ആക്കിയിട്ടും അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് അതിനെ പറത്താൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പാരൻസ് ഇറ്റ് ഈസ് എ ബ്ലെസ്ഡ് വൺ. അതൊരിക്കലും ചെങ്ങലാക്കരുത് എന്നർത്ഥം. ചെങ്ങലാക്കി കഴിഞ്ഞാൽ അത് ലോക്കായി മാറും. പിന്നീട് മക്കൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു പോകും. അതുകൊണ്ടാണ് പറയുന്നത് ആ പാരൻസിൻ്റെ ആ മുറുകെ പിടിക്കൽ എപ്പോഴും ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകത്തിൻ്റെ എവിടെ പോകുമ്പോഴും നമുക്കൊരു സേഫ്റ്റി ഉണ്ടാകും, നമുക്കൊരു സമാധാനം ഉണ്ടാകും. പാരൻസ് നമ്മുടെ കൂടെയുണ്ട്, അവരെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം എൻ്റെ റോൾ മോഡൽ, എൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി എൻ്റെ വാപ്പി ഉമ്മ തന്നെയാണ്. അത് ഞാൻ എവിടെ പോയാലും പറയും, ഇത് ഇത്ര ഏജിൽ ഇതൊന്നുമില്ല. ഇപ്പോൾ സ്നേഹം എന്ന് പറഞ്ഞ സാധനം എനിക്കിപ്പോഴും കിട്ടുന്നുണ്ട്. ഉമ്മ എന്ന് പറഞ്ഞ സാധനം എനിക്ക് എൻ്റെ ഉമ്മ ഇപ്പം എപ്പോഴും ഉമ്മ വെക്കാറുണ്ട്, ഹഗ് ചെയ്യാറുണ്ട്. ഇതൊന്നും നമ്മൾ പൊതുവെ പറഞ്ഞാൽ അത്ര വലിയ കുട്ടികളായല്ലോ, ഇനി സ്നേഹം കൊടുക്കണോ, അടിച്ച് വളർത്തിയാലേ നന്നാവുള്ളൂ. പക്ഷേ എനിക്കിതുവരെ അടി കിട്ടിയിട്ടില്ല, പാരൻസിൻ്റെ അടുത്ത് ടീച്ചേഴ്സിൻ്റെ അടുത്തൊന്നും അടി കിട്ടിയിട്ടില്ല. പക്ഷേ തെറ്റെന്താണെന്നും ശരി എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ചീത്ത പറഞ്ഞു തരാറുണ്ട്, പക്ഷേ ചീത്ത പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ട് അങ്ങനെയൊന്നുമല്ല. തെറ്റ് കാണുന്ന സമയത്ത് പിന്നെ അത് തെറ്റാണ്, അത് നമ്മൾ ചെയ്യരുത് എന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തും. അതാണ് ശരിക്കും വേണ്ടത്. അല്ലാണ്ട് കുറേ ചീത്ത പറഞ്ഞ് അടിച്ചു തന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ എന്താണോ പറഞ്ഞു കൊടുക്കേണ്ടത് കൃത്യമായിട്ട് അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്താൽ മക്കൾ വഴി തെറ്റി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, ഈ പലരും പറയുന്നൊരു കാര്യം, ഈ പാരൻസ് എന്ന് പറയുമ്പോൾ ഒരു യജമാനൻ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കാനുള്ളതാണ് മക്കൾ. അതിൽ നിന്ന് മാറിയിട്ട് ഒരു ഗൈഡായിട്ട് അല്ലെങ്കിൽ ഒരു വെളിച്ചം കൊടുക്കുന്ന അങ്ങനെ ഒരു ഫ്രണ്ടായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ പാരൻസുമായിട്ടുള്ള ഒരു റൂട്ട് ക്ലിയർ ആക്കാൻ ഏറ്റവും പലപ്പോഴും പറയും മക്കൾ ഓപ്പൺ ആവുന്നില്ല. അതെ, എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. കുറച്ച് പറയുന്നത് ചിലപ്പോൾ ആ വാപ്പായിട്ട് നിൽക്കുന്നുണ്ടാവും, വാപ്പയാണ് ആ ഒരു റോളിൽ നിന്നിട്ട് ഭയങ്കരമായിട്ട് ഒരു വലിയ പൊസിഷൻ, ഞാൻ എന്തോ ഒരു വരെ ഗാർഡിയൻ എന്നുള്ളൊരു റോള് ഭയങ്കരമായിട്ട് ആവശ്യമില്ലാത്ത രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് പലപ്പോഴും മക്കൾ അവരിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആക്കി പോവാണ്. പക്ഷെ ഒരിക്കലും അവരെ കണക്റ്റഡ് ആക്കില്ല. കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ നിങ്ങളുടെ മക്കളുമായിട്ട് സ്നേഹത്തോടു കൂടി ഫ്രണ്ട്ലി സംസാരിച്ചു. ഇപ്പം ഞാൻ എൻ്റെ പാരൻസിൻ്റെ നല്ല ഓപ്പണാണ്. ഇപ്പം എൻ്റെ ലൈഫ്, ഞാൻ ഇപ്പോൾ ഒരു ടീനേജ് കഴിഞ്ഞ് 18-19 ആവാനായി. എനിക്ക് ഒരുപാട് സിറ്റുവേഷൻസ് ലൈഫിലേക്ക് കടന്നു വരുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് ഞാൻ. ഈ വരുന്ന ഓരോ സംഭവങ്ങളും ഞാൻ ആദ്യം പറഞ്ഞില്ല മാതാപിതാക്കളുടെ ആയിരിക്കും. പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം വഴി വരുന്ന എന്തെങ്കിലും സംഭവങ്ങളോ ബാഡ് ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ ബാഡായിട്ടുള്ള ഇൻസിഡൻസോ ഇതൊക്കെ ഞാൻ ആദ്യം ഷെയർ ചെയ്യുന്നത് പാരൻസുമായിട്ടാണ്. പറയുകയാണെങ്കിൽ പോലും മാരേജ് പ്രപ്പോസൽസ് ആണെങ്കിൽ പോലും ഞാൻ ആദ്യം പറയുന്നത് പാരൻസാണ്. ഇപ്പം എനിക്കിങ്ങനെ വന്നു, ഞാനിതെന്നോട് നോ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അത് ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നത് അവരത്രയും ഫ്രണ്ട്ലി ആയതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തിട്ട് അങ്ങനെ മുന്നോട്ട് നയിക്കാം. പക്ഷേ ഈ കണക്ഷൻ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പേടി ഉണ്ടാവില്ല. ഒരു വീട് എന്ന് പറയുന്നത് കറക്റ്റ് ഹോമായി മാറും. ഹോം എന്ന് പറയുന്നത് അവിടെ പേടിക്കാനുള്ളതല്ല. മക്കൾ എവിടെ എന്ത് പ്രശ്നത്തിലും വന്നിട്ട് എനിക്ക് എൻ്റെ വീട്ടിൽ വന്ന സൊല്യൂഷൻ കിട്ടും എന്ന് പറയുന്നതാണ് എൻ്റെ ഹോം എന്ന് പറയുന്നത്. മാതാപിതാക്കൾ അവിടെ ഉണ്ട്, അവർ കേൾക്കും, അവരെ സമാധാനപ്പെടുത്തും ഒരു തോട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ വീട് ഏറ്റവും സ്വീറ്റ് ആയിരിക്കും. ആ സ്വീറ്റ് ഹോമാണ് മാഷാഅല്ലാഹ് എനിക്ക് എൻ്റെ റബ്ബ് എനിക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇപ്പം ഉമ്മ പറഞ്ഞല്ലോ മിൻഹയുടെ കാര്യത്തിലുള്ള പാരന്റിങ്ങും ഫസ്റ്റ് ചൈൽഡിലുള്ള പാരന്റിങ്ങും നല്ല വ്യത്യാസം ഉണ്ട് എന്നുള്ളത്. അപ്പം അതെങ്ങനെയായിരുന്നു, രണ്ടുപേരിലുള്ള മേജർ ഡിഫറൻസ് എന്തായിരുന്നു? അപ്പോൾ നമ്മൾ ശരിക്കും പ്രഗ്നൻസി പീരീഡ് ഒന്ന് നോക്കാം. ശരിക്കും
അപ്പം മോനെ സംബന്ധിച്ചാകുമ്പോൾ ഞാൻ ആ ഫസ്റ്റ് ഉണ്ടായ ഉടനെ എല്ലാം കഴിഞ്ഞ ഉടനെ ഉണ്ടായതാണ്. അപ്പം നമ്മൾ ആ സമയത്ത് നമ്മൾക്ക് ഒരു എന്തൊരു ടെൻഷൻ വരും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു പിന്നെ പാരൻറ്റിങ് പഠിച്ചിട്ടില്ല. അതെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫസ്റ്റ് കുട്ടി ഉണ്ടാകുന്ന സമയത്താണ് നമ്മളിലെ ഫസ്റ്റ് പാരന്റും ജനിക്കുന്നത് പറയാറുണ്ട്. ജനിക്കുന്ന സമയമായിരുന്നു. നമുക്ക് റെസ്റ്റും ഇല്ലായിരുന്നു. സ്കൂളിൽ കയറിയ ഉടനെ തന്നെ നമുക്ക് എപ്പോഴും ഇങ്ങനെ തിരക്കും കാര്യമൊക്കെ ആയിരുന്നല്ലോ. പക്ഷേ അന്ന് അതുകൊണ്ട് തന്നെ ആയിരിക്കും നമ്മൾ പിന്നെ മകൻ നല്ല കഴിവുള്ള കുട്ടിയാണ്. നല്ല മോനെ സംബന്ധിച്ച് പിന്നെ നല്ല നല്ല ആക്റ്റീവായ കുട്ടിയായിരുന്നു. പക്ഷെ നമ്മൾ പിന്നെ അവന് ഭയങ്കര ക്രിയേറ്റീവാണ്. അടിച്ച് വളർത്തിയാലേ കുട്ടി നന്നാവുള്ളൂ, വഴി തെറ്റി പോകില്ല, അങ്ങനെ ചിന്ത കൂടെ നമ്മുടെ മൈൻഡിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും മോനെ അടിച്ചിട്ട് തന്നെ വളർത്തിയത്. പക്ഷേ നമ്മളൊരു 10-12 വയസ്സിൽ അടിച്ചിരുന്നു. പിന്നെ നമുക്ക് തോന്നിയത് പിന്നെ അവന് ഒതുങ്ങാൻ തുടങ്ങി. അടിച്ച് വളർത്തിയതുകൊണ്ടായിരിക്കും അവന് എല്ലാ കാര്യത്തിലും ഇങ്ങനെ മുന്നോട്ട് വരെ ഇങ്ങനെ ചുരുങ്ങി വന്നു. ഭയങ്കര ആക്റ്റീവായ കുട്ടി പെട്ടെന്ന് ഇങ്ങനെ എല്ലാ കാര്യത്തിനും ഉൾവലിയാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി നമ്മൾ ഈ പാരൻറ്റിങ് തീർത്തും തെറ്റാണ് തോന്നി. പിന്നെ ഞാൻ ക്ലാസ്സുകൾ പോലുണ്ട്. ഇത് ശരിക്കും പഠിക്കണം, ഒരു വ്യക്തിനെ വാർത്തെടുക്കുന്നതിൽ. അതെ, പലരും ഇപ്പോഴും പറയും പാരന്റിംഗ് എന്നൊക്കെ പറയണത് നമ്മളിങ്ങനെ സെഷൻ അറ്റൻഡ് ചെയ്തിട്ടും കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടും ചെയ്യേണ്ട ഒന്നാണോ എന്നുള്ളത്. പക്ഷെ ഒരിക്കലും അല്ല, ഒരു സിലബസ് പഠിച്ചിട്ട് ചെയ്യേണ്ടതല്ല. പക്ഷെ എന്നാലും ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. കാരണം ഒരു വ്യക്തിനെ വാർത്തെടുക്കുന്നതിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളുള്ളതാണ് പാരന്റ്. അതിപ്പോഴും അവയർനെസ് വരാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത്? അതായത് നമ്മൾ പിന്നെ മക്കളെ അടിച്ചു വളർത്തത് തന്നെ പറയുള്ളൂ. അവർക്ക് പരമാവധി ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്ന കുറേ പേരുണ്ട്, അടിച്ചാലേ മക്കള് നന്നാവുള്ളൂ. അപ്പം ഉമ്മാക്ക് മനസ്സിലാവില്ല ഒരാളെ അങ്ങനെ വളർത്തിയതും ഇപ്പുറത്തെ ആളെ രണ്ടാമത്തെ ആളെ ഇങ്ങനെ വളർത്തും. അപ്പം അതിൽ വന്നിട്ടുള്ള മേജർ ഡിഫറൻസ് എന്തായിരുന്നു? അതായത് പിന്നെ ഈ മോളെ കാര്യം പറയുകയാണെങ്കിൽ പ്രഗ്നൻസി പീരീഡ് ഞാൻ നല്ല റെസ്റ്റ് ആയിരുന്നു, എന്ന് വെച്ചാൽ പൂർണ്ണ റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് നന്നായിട്ട് ഞാൻ സ്പീച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്പീച്ച് കേൾക്കും. അങ്ങനെ സ്പീച്ച് കേട്ടങ്ങനെ ഏത് സമയത്തും സ്പീച്ചാണ്. പിന്നെ അതുപോലെ നമ്മൾ എപ്പോഴും പോസിറ്റീവ് തിങ്കിങ് ആയിരുന്നു. നമുക്ക് നല്ല ചിന്തകൾ പോലും നല്ലതായിരുന്നു. അറിയാം ഉമ്മാക്ക് നമ്മളുടെ ചിന്തനെ പോലും ആ ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കുമെന്നുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും പ്രഗ്നൻസി പീരീഡ് നല്ല ചിന്ത ആയിരിക്കണം. നമ്മുടെ വാക്കുകളും പ്രവൃത്തിയും ഒക്കെ നമ്മൾ എന്തായാലും നല്ല പോസിറ്റീവായിരിക്കണം. അതിന് തിരിച്ചറിഞ്ഞതാണ്. അപ്പോൾ മോനെ ഉള്ള സമയത്ത് എന്താ എനിക്ക് സ്ട്രെസ് ആയിരുന്നു. നമ്മൾ ജോലി തിരക്കും പിന്നെ ഫസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ആങ്സൈറ്റി കാര്യങ്ങൾ അതും ഉണ്ടായിരിക്കും. പിന്നെ അതായിരുന്നു. പിന്നെ നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കും, നന്നായിട്ട് പ്രാർത്ഥിക്കും മക്കൾ ഇങ്ങനെ ആയി തീരണം. അത് ഞാൻ ചെറുപ്പം മുതൽ എനിക്ക് എൻ്റെ ഉപ്പിമ്മയും അറിവായിരുന്നു. അങ്ങനെ നമ്മൾ പ്രാർത്ഥന ഒരു മസ്റ്റാണ് ജീവിതത്തിൽ. മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അത് ഞാൻ ഇന്നലെ മക്കളെയും ശീലിപ്പിക്കുന്നുണ്ട്. നമ്മൾ ആ പ്രാർത്ഥന നിർത്തണം. മക്കൾ എന്തായി തീരണം, വഴിതെറ്റി പോകാൻ, നല്ല റൂട്ടിലൂടെ പോകണം എന്നുള്ള ചിന്ത ആദ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കും പിന്നെ രണ്ടുപേരും അൽഹംദുലില്ലാഹ് നല്ല മക്കളായിട്ട് തന്നെ വളർന്നിട്ടുണ്ട്. പിന്നെ മോളെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ അവൾ സ്പീച്ച് പിന്നെ ഞാൻ നിങ്ങൾ കേട്ടതുകൊണ്ടായിരിക്കും മേ ബി ഇത്രയും ചെറിയ നമ്മൾ കേൾക്കാല്ലേ ഗായകന്മാരുടെ മക്കള് അവര് സംഗീതം ആദ്യം തന്നെ അവര് വയറ്റിലുള്ള സമയത്ത് തന്നെ കേൾക്കുന്നത്. അത് അന്ന് സ്പീച്ച് നന്നായിട്ട് കേട്ടോണ്ടായിരിക്കും അവർക്ക് ഇങ്ങനെ. പക്ഷെ പലരും പാരന്റിങ് തുടങ്ങുന്നത് കുട്ടികൾ വന്ന് അവർക്ക് കുറച്ച് ബുദ്ധിയൊക്കെ വന്ന് ശരിക്കും അപ്പോഴല്ല എന്നുള്ളതിന് ഇപ്പോഴും അവയർനെസ് വരാത്ത ഒരുപാട് പേരുണ്ട്. അതെ. പാരന്റിങ് നമ്മൾ ശരിക്കും കല്യാണം കഴിഞ്ഞത് മുതൽ കുട്ടികൾ കഴിയുന്ന ഒരു ഇണയെ തിരഞ്ഞെടുക്കുന്ന അത് പാരന്റിങ് തുടങ്ങണം. അതായത് നല്ലൊരു ഇണയെ നമ്മൾ കണ്ടെത്തണം. ശരിക്കും അങ്ങനെയാണ് അവിടെ തുടങ്ങണം പാരന്റിങ്. പിന്നെ ആ പാരൻസിന് പിന്നെ അവർക്ക് എന്നാൽ കുട്ടികളെ കുറിച്ചൊരു ധാരണ വേണം. ആ കുട്ടി അങ്ങനെ ഒരു ചിന്ത കൂടെ നമുക്ക് എപ്പോഴും വേണം. പെണ്ണായാലും രണ്ടുപേരും ആ നമ്മളൊരു മൈൻഡിൽ നല്ലൊരു കുട്ടിയെക്കുറിച്ച് ചിന്ത ഉണ്ടായാൽ തന്നെ ഏറെക്കുറെ പാരന്റിങ് ശരിയാവും, പൂർത്തീകരിക്കപ്പെടും. ഓക്കെ. ഉമ്മ എത്രാമത്തെ വയസ്സിലാണ് ടീച്ചിങ് ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്? 22. ഓക്കെ. അപ്പം നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മുടെ കരിയറും പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും കൂടി കൊണ്ടുപോകുന്ന സമയത്ത് മക്കളുടെ ടാലൻസ് എന്താണ്, സ്കിൽ എന്താണെന്ന് ഐഡൻറ്റിഫൈ, അവരുടെ കൂടെ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ മക്കളുടെ കഴിവുകൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്നൊക്കെ. പക്ഷേ ഉമ്മയെ സംബന്ധിച്ച് നേരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. വളരെ ചെറുപ്പത്തിൽ കുട്ടികളുടെ രണ്ടുപേരുടെ സ്കില്ലുകൾ അറിയുന്ന ഈ കാര്യങ്ങളൊക്കെ ഉമ്മക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം ഈ ഒരു കരിയറിൻ്റെ ഇടയിലും എങ്ങനെയാണ് ഒരു ആസ് എ പാരൻറ്റ് എന്നുള്ളൊരു ടൈം കണ്ടെത്തുന്നത്? നമ്മളിപ്പോൾ സ്കൂൾ വിട്ടൊന്ന് രാത്രി സമയങ്ങൾ നമ്മൾ അവർ കൂടെ ഉണ്ടാവുക. കുട്ടികൾക്ക് എന്നും ടൈം കൊടുക്കുന്നുണ്ടെന്ന് സ്കൂളിൽ 1000-ഓളം കുട്ടികളെ വളർത്തുന്ന സമയത്ത് വീട്ടിലുള്ള 2 മക്കൾ താനേ വളർന്നു പോയി എന്നുള്ളതാണ് സത്യാവസ്ഥ. ഉമ്മ സ്കൂളിൽ ചെയ്യുന്നത് എത്ര കുട്ടികളെ നിങ്ങൾ എത്ര വർഷമായി കാരണം ഞാൻ പറയാൻ കാരണം ഉമ്മന്റെ ഏറ്റവും വലിയ എയിം എന്ന് പറയുന്നത് സ്കൂളിലുള്ള മക്കളെ ഏറ്റവും ബെസ്റ്റ് ആക്കണം എന്നുള്ളതായിരുന്നു.
വീട്ടിലുള്ള മക്കൾ താനേ ആ ഒരു ഇൻറ്റൻഷൻ ഉള്ളത് കൊണ്ട് ആ വീട്ടിലുള്ള മക്കൾ മാഷാഅല്ലാഹ് ഉഷാറായിട്ട് വളർന്നു പോയി. അതിലുള്ള ടൈം ഞാൻ എപ്പോഴും പറയുന്നു, ഈവനിങ് കുറച്ച് സമയം എന്ത് ചെയ്യും, വാപ്പിയമ്മയും നമുക്ക് വേണ്ടി മാറ്റി വെക്കും. നമ്മളുമായിട്ട് സംസാരിക്കാനും നമ്മുടെ ദിവസം അറിയാനും നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യും. ഉപ്പയമ്മ ആയിക്കോട്ടെ, രണ്ടുപേരും ടീച്ചേഴ്സാണ്. ദേ ആർ വെരി ബിസി വിത്ത് പ്രൊഫഷൻ. ഇപ്പം ഉമ്മപ്പോഴാണെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പളാണ്. പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞ സമയത്ത് ഒരുപാട് ചുമതലകൾ തലയിലുള്ളൊരു മനുഷ്യനാണ് ഉമ്മ എന്ന് പറയുന്നത്. ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളുണ്ട്. പക്ഷെ അത് വീട്ടിൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനുള്ള സപ്പോർട്ട് കാര്യങ്ങൾ ഞാനും ഉപ്പി ആയിക്കോട്ടെ, ഞാനും ബ്രദർ ആയിക്കോട്ടെ, നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുള്ളത്, ഉമ്മ സ്കൂളുകളിൽ ഒരുപാട് കുട്ടികളെ വളർത്തുന്നത് കൊണ്ട് ആ സെയിം ഇൻറ്റൻഷൻ കൊണ്ട് ബൈ ഗോഡ്സ് ഗ്രേസ് ഗോഡ് നമ്മളെയും കൂടി നല്ല രീതിക്ക് വളർത്തി വലുതാക്കി എന്നുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതൽ റോൾ പ്ലേ ചെയ്തിട്ടുള്ള ഉമ്മ തന്നെയാണ്. ഞാൻ എപ്പോഴും പറയുന്നു, ഉമ്മൻ്റെ സ്കൂളിൽ ചോദിച്ചാൽ മതി, എപ്പോഴും സ്റ്റുഡൻസിന് എപ്പോഴും പ്രിയപ്പെട്ട ഒരു അധ്യാപികയാണ് ഉമ്മ എന്ന് പറയുന്നത്. കാരണം ചീത്ത പറയില്ല, അടിക്കില്ല, എല്ലാവരെയും അറിഞ്ഞ് ഒരു വളർത്തുന്ന രീതിയാണ് ഉമ്മക്ക്. അപ്പോൾ രണ്ടും കൂടി ബാലൻസ് ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ പൊതുവെ പറയും ബാലൻസ് ചെയ്യാൻ കഴിയില്ല, റിസ്ക് ആയിരിക്കും എന്നുള്ളത്. പക്ഷേ ഐ ഡോണ്ട് ഫീൽ സോ. ഉമ്മ നന്നായിട്ട് ബാലൻസ് ചെയ്തിട്ടുണ്ട്. ഉമ്മ സ്കൂളായിക്കോട്ടെ വീടായിക്കോട്ടെ ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടു നടന്ന ഒരു സംഭവമാണ്. അത് വെച്ചിട്ട് സ്കൂളിൽ മാത്രം വേണ്ടി എന്നുള്ളതല്ല, ഉമ്മ വീട്ടിലും ഒരുപാട് നമുക്ക് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും. ആസ് എൻ ഹൗസ് വൈഫ് എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ഉമ്മ എപ്പോഴും ചെയ്യലുണ്ട് വീട്ടിൽ. അതിലൊന്നും റിസ്ക് കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ പലരും പറയാറുണ്ട്, നമ്മളിപ്പം ഏത് പ്രൊഫഷനിൽ നിന്നോട്ടെ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് എന്നുള്ളത്. കുട്ടികൾക്ക് വേണ്ടത് നമ്മളുടെ പ്രൊഫഷനോ നമ്മളൊരു ഡോക്ടറോ എഞ്ചിനീയറോ ടീച്ചറോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ കുട്ടികൾക്ക് വേണ്ടത് അവരുടെ പാരൻറ്റിനെയാണെന്ന് പറയാറുണ്ട്. അപ്പം ഉമ്മ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് അധ്യാപികയായിട്ടാണോ നിൽക്കാറുള്ളത്, അല്ലെങ്കിൽ കുട്ടികളോട് എങ്ങനെയായിരുന്നു? അല്ലല്ല, വീട്ടിലെത്തുമ്പോൾ ശരിക്കും ഒരു പാരന്റ് തന്നെയാണ്. ശരിക്കും ഒരു പാരന്റാണ് കംപ്ലീറ്റ്ലി. അത് വിടും. എന്നിട്ട് ഇവർക്ക് ഇപ്പോൾ 12 വയസ്സ് വരെയാണ് നമ്മൾ മക്കളെ കെയർ ചെയ്യേണ്ടത്, നന്നായിട്ട് കെയർ ചെയ്യേണ്ടത്. അതെ, നമ്മൾ പാരൻസ് റോൾ മോഡൽ ആയിരിക്കണം. ഈ 12 വയസ്സ് വരെ കുട്ടികൾ ക്യാമറയാണ്, നമ്മൾ ചെയ്യുന്നതും പിന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ശരിക്കും മാതൃകയായിരുന്നു. അപ്പോൾ ഇപ്പം ഞങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് തന്നെ നിർദ്ദേശം കൊടുക്കും. അപ്പോൾ അന്ന് ശരിക്കും ഇന്ന് മൊബൈലാണെങ്കിൽ അന്ന് ടി വി ആയിരുന്നു. നമ്മുടെ വീട്ടിൽ ടി വി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ടി വിയിലൂടെ നമുക്ക് പിന്നെ കുറേ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷേ എങ്കിലും കൂടിയിട്ട് ഇപ്പോൾ സിനിമ അതുപോലെ സീരിയൽ കാണുന്ന അന്ന് ആ കാലമാണ്. പിന്നെ അതിലൂടെ കുട്ടികൾക്ക് മെസ്സേജ് ഒന്നും കിട്ടുന്നില്ല, നമുക്ക് കിട്ടും. പക്ഷെ ആ സമയത്ത് കുട്ടികൾ കൂടുതൽ ഇതൊക്കെ ഈ സിനിമയ്ക്ക് അതുപോലെ തന്നെ സീരിയൽ അഡിക്റ്റായി കഴിഞ്ഞാൽ കുട്ടികൾ തലച്ചോറ് ഫുള്ളും ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് വ്യക്തമായ നിർദ്ദേശം കൊടുക്കും. പിന്നെ മോൾക്കും കൊടുത്തിരുന്നു. പിന്നെ നിങ്ങൾ ടി വി ഉണ്ട് വീട്ടിൽ, പിന്നെ അത് യൂസ് ചെയ്യണമെങ്കിൽ പറഞ്ഞു കൊടുക്കും. അതിൽ നമ്മൾ കാർട്ടൂണൊക്കെ കൊടുക്കും, അല്ലാതെ സിനിമ സീരിയൽ സ്ഥിരമായിട്ട് കൊടുക്കലില്ല. പിന്നെ അത് കാണരുതെന്ന് പറയുന്നത് നമുക്ക് അറിയാം, അതുകൊണ്ട് തന്നെ ആയിരുന്നു. പക്ഷേ അത് മെസ്സേജ് നമുക്ക് നല്ല മെസ്സേജ് ആണെങ്കിൽ ഓക്കെ, ചെറിയ കുട്ടികൾക്കൊന്നും കിട്ടാൻ വലുതായി കുഴപ്പമില്ല. അപ്പോൾ ഈ 12 വയസ്സ് വരെ നമ്മൾ കാര്യമായിട്ട് നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ട്. 12 വയസ്സ് വരെ. പക്ഷെ പലരും പറയുന്നത് 12 വയസ്സ് കുട്ടികൾക്ക് ബുദ്ധി വെച്ചതിന് ശേഷമാണ് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. പക്ഷെ അല്ല, കുട്ടികൾ എന്ന് പറയുന്നത് ചൈൽഡിൽ ഒരു 4 വയസ്സാകുമ്പോൾ ഒരു കുട്ടിക്ക് ഒരു ട്രോമ കിട്ടുന്നതും 40 വയസ്സായ ഒരു വ്യക്തിക്ക് കിട്ടുന്നതും വളരെ വ്യത്യാസമുണ്ടെന്ന് പറയുന്നത്. 40 വയസ്സായിട്ടുള്ള ഒരു വ്യക്തിക്ക് ചിലപ്പം ഒരു 4 ദിവസം കൊണ്ട് അത് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഒരു 4 വയസ്സിൽ കിട്ടിയിട്ടുള്ളൊരു ട്രോമ എന്ന് പറയും 40 വർഷം എടുത്താലും ഹീൽ ചെയ്യാൻ പ്രയാസം എന്ന് പറയാറുണ്ട്. അപ്പം അത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ടൈം എന്ന് പറയുന്നത് കുട്ടികളുടെ ഏർലി സ്റ്റേജ് ആണെന്ന്. അത് ബുദ്ധി വെക്കുക എന്നുള്ളതല്ല, ജനിക്കുന്ന കാലം മുതൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ മൊബൈൽ ഫോൺ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ പോലും നോക്ക് എന്താ മക്കൾ കാണുന്നത് എന്നുള്ളത്. കാരണം ഷോർട്സിൽ ഇപ്പോൾ കുട്ടികൾ ഭയങ്കരമായിട്ട് മുഴുകിയിരിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പുറത്തു പോയ സമയത്ത് ഒരു കുട്ടി ഷോർട്സ് കാണുന്നുണ്ട്, എന്തോ ഡിഫറെൻറ്റ് സീനാണ്, പക്ഷെ ആ കുട്ടി കണ്ടുകൊണ്ടിരിക്കുക, കുട്ടികൾക്ക് അറിയില്ല. പക്ഷെ ഇതൊരു വേൾഡിൽ നമ്മളിങ്ങനെ തൊണ്ടിപ്പോവാണ് മക്കൾ, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നമ്മൾ ഒരു പാരന്റ് നിലക്ക് നമ്മുടെ കണ്ണ് എപ്പോഴും മക്കളുടെ അടുത്ത് വേണം. മൊബൈൽ ഫോൺ പ്രത്യേകിച്ച്. മൊബൈൽ ഫോൺ വേണ്ടെന്നുള്ളതല്ല, ഇനിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ടെക്നോളജിയാണ്, അവർ ആ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. പക്ഷെ അവരെന്ത് കാണുന്നു എന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം എൻ്റെ കാലഘട്ടത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മ സ്കൂളിൽ നിന്ന് പോകുമ്പോൾ തന്നെ ഉമ്മ പറയും, മക്കളെ അവിടെ ഇവിടെയൊക്കെ ടി വി ഉണ്ട്, കാണുന്ന സമയത്ത് ശ്രദ്ധിക്കുക, സിനിമ സീരിയലിലേക്കൊന്നും പോകണ്ട, കാർട്ടൂൺ അധികം കാണണ്ട. അതുകൊണ്ടായിരിക്കും ആ ഒരു ഏജിൽ എനിക്ക് എൻ്റെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ പറ്റിയതും ഈ ഒരു സമയത്ത് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും, പറയാൻ പറ്റില്ല. അതിനൊരു ബാക്ക് ബോൺ കിട്ടിയതുകൊണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മക്കളാണെങ്കിൽ പോലും ഇപ്പോൾ ചെറിയ മക്കളുടെ നമ്മൾ ഫുഡ് കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ കൊടുക്കുന്ന മൊബൈൽ ഫോണാണ്. നേരെ മറിച്ച് വല്ല കഥകൾ പറയാനോ അത് പാരൻസിനെ കൂടെ ചിലപ്പോൾ മടിയാണ്, കഥ പറഞ്ഞ് ഫുഡ് കൊടുക്കുക അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുപോയി ഫുഡ് കൊടുക്കുക. പക്ഷെ അതൊക്കെ ആവുന്ന സമയത്ത് അവർ കുറച്ച് ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം, കുട്ടികൾ ഫോണില്ലാണ്ട് ഭക്ഷണം കഴിക്കുന്നില്ല, അവരെ ഒന്ന് കുറച്ച് നേരം നമ്മൾ എത്ര സമയം ഫോൺ യൂസ് ചെയ്യുന്നുള്ളത് ഒരു മാതാവ് നിലക്ക് നമ്മൾ ആലോചിക്കുക. കാരണം മക്കൾ എന്ന് പറയുന്നത് ഉമ്മ പറഞ്ഞു ക്യാമറയാണ്, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒപ്പിക്കൊണ്ടേയിരിക്കും, എന്ത് കാര്യമായിക്കോട്ടെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്പിരിച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ മക്കൾ നമസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ചിലപ്പോൾ വന്നിട്ട് നമസ്കരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ആയിരിക്കും ഇവർക്ക് ഇതെവിടെ നിന്നാണ് കിട്ടുന്നത്, എവിടുന്നല്ല നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് അവർ ചെയ്യുകയാണ്.
അത് ഓട്ടോമാറ്റിക്കലി അവർ ചെയ്തു പോവുകയാണ്. അപ്പോൾ ക്യാമറ എന്നുള്ളത് നമ്മളെന്താണോ ചെയ്യുന്നത് അതായിരിക്കും അവർ ചെയ്യുന്നത്. മൊബൈൽ ഫോൺ കാണുന്നുണ്ട്, നമ്മൾ എത്ര സമയം മൊബൈൽ ഫോൺ കാണുന്നുണ്ട്, മക്കളെ മുന്നിൽ നമ്മൾ എങ്ങനത്തെ പാരൻ്റാണെന്ന് കൂടി നമ്മൾ ആലോചിക്കണം, നമ്മൾ എങ്ങനത്തെ ആയിത്തീരുന്നു എന്നുള്ളത്. അതിനാദ്യം നമ്മൾ കുട്ടീനെ ശരിയാക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് പണിയെടുക്കേണ്ടത് നമ്മളെ പ്യൂരിഫൈ ചെയ്യണം, എന്നിട്ട് we should be the best parent. നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഇൻഫ്ലുവൻസ് ആ കുട്ടികളിലേക്ക് എത്തും എന്നുള്ളതാണ്. പിന്നെ ഞാനിപ്പോൾ 2 മക്കൾക്കും തന്നെ ഫുഡ് കഴിക്കുന്ന സമയത്ത് TV കണ്ടല്ലേ കൊടുക്കുക. ശരിക്കും നമ്മൾ മോറൽ സ്റ്റോറീസ് അവിടെ പറഞ്ഞു കൊടുത്തിട്ട് സ്റ്റോറി ശേഖരം ഉണ്ടാവും, അത് പ്രവാചകന്മാരെ നല്ല നല്ല പോസിറ്റീവായ കഥകൾ പറഞ്ഞു കൊടുത്തിട്ടാണ് അവർക്ക് നമ്മൾ ഫുഡ് കൊടുക്കുക. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറേ കുട്ടികൾ കിട്ടാണ്ട്, നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ കിട്ടാനുണ്ട്. ഓക്കെ. പിന്നെ മിൻഹയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം +2 സ്റ്റുഡൻ്റ് ആണല്ലേ, അപ്പം ഇതിൻ്റെ കൂടെ എങ്ങനെയാണ് ഈ കരിയറും ഇതെല്ലാം കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുന്നത്? ഒരു ചോദ്യമാണ്. ഐ എം നോട്ട് ദാറ്റ് സ്റ്റഡീസിൽ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യണ ഒരു കൂട്ടത്തിലും അല്ല, പക്ഷേ അത്യാവശ്യം എക്സാമും കാര്യങ്ങളും വരുന്ന സമയത്ത് അതിന് വേണ്ടി പ്രിപ്പയർ ആവുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ബാലൻസ് ചെയ്യാന്ന് പറയുന്നത് ഇതെൻ്റെ ഇഷ്ടപ്പെട്ട മേഖലയാണ്. സംസാരം എന്ന് പറയുന്നത്, കോച്ചിങ് ഫീൽഡ് എന്ന് പറയുന്നത് എത്ര വേണമെങ്കിലും ഞാൻ ചെയ്യും. അതിപ്പോൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ്, കാരണം ഞാനൊരു ടീനേജറാണ്. അപ്പോൾ ടീനേജേഴ്സിൻ്റെ ലൈഫ് എക്സാക്ട്ലി എങ്ങനെയാണെന്നുള്ളത് അറിയാം. പിന്നെ ഇപ്പോഴത്തെ ടീനേജ് ടിപ്പിക്കൽ ലൈഫ് എന്ന് പറയുന്നത് ഒരുപാട് ട്രാജഡീസും ഒരുപാട് സിറ്റുവേഷൻസും ഒരുപാട് കെണിയിലും വരുന്നൊരു സമയമാണ് ടീനേജ് എന്ന് പറയുന്നത്. പക്ഷെ അതിൽ ബോൾഡായിട്ട് നോ പറയാൻ പറ്റണില്ല, അതില്ലെങ്കിൽ ബോൾഡായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഏറ്റവും വലിയ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ചെറുതുണ്ടാകുമ്പോൾ തന്നെ സൂയിസൈഡ്. അതെ, നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെ, പാരൻസ് എന്തെങ്കിലും പറഞ്ഞാൽ സൂയിസൈഡ്, ടീച്ചേഴ്സ് എന്തെങ്കിലും പറഞ്ഞാൽ സൂയിസൈഡ്, എന്തിനും സൂയിസൈഡ്. അതല്ല ഇനി വേണ്ടത്. ജെൻസി കിഡ്സ് എന്ന് പറയുന്നത് ഇനി വരുന്ന കാലഘട്ടത്തിൽ ലീഡ് ചെയ്യാൻ പോകുന്നത് അവരാണ്. സോ ദേ ഷുഡ് ബി വെരി സ്ട്രോങ് എനഫ് ആൻഡ് ദേ ഷുഡ് ഹാവ് എ ലീഡർഷിപ്പ് ക്വാളിറ്റി. ഇപ്പോൾ ഈ കറൻ്റ്ലി എയിം എന്ന് പറയുന്നത് അങ്ങനെയുള്ള സ്റ്റുഡൻസിനെ വളർത്തി വലുതാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ 10th വരെ 10th ആയ സമയത്ത് കുറച്ചുകൂടി ഫോക്കസ് ചെയ്തു. +1 ഞാൻ കുറച്ചുകൂടി കോച്ചിങ് ഫീൽഡിലേക്ക് ഇറങ്ങി. +2 ആയപ്പോൾ കുറച്ച് നിർത്തി, വീണ്ടും സ്റ്റഡീസിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തു. ഇൻഷാല്ലാ +2 കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി കോച്ചിങ് ഫീൽഡ് തന്നെയാണ്. സ്റ്റഡീസ് അതിൻ്റെ സൈഡായിട്ട് പോകണമെന്നുണ്ട്. എന്തായാലും എഡ്യൂക്കേഷൻ ഇറ്റ് ഈസ് എ ബേസ്, അതില്ലാണ്ട് നടക്കില്ലല്ലോ. സോ എഡ്യൂക്കേറ്റഡ് ആയിട്ട് തന്നെ മുന്നോട്ട് നയിക്കണം എന്നുള്ളത് തന്നെയാണ് ഒരാഗ്രഹം. പിന്നെ മിൻഹയുടെ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, ലാസ്റ്റാണ് മിൻഹനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതായത് ഏജ് കാര്യങ്ങളൊക്കെ പറയാം. അപ്പം എപ്പോഴെങ്കിലും ഈ ഒരു യങ്ങസ്റ്റ് അല്ലെങ്കിൽ ചെറിയ ഏജ് എന്നുള്ളത് ഈ ഒരു കരിയറിന് വെല്ലുവിളിയായിട്ട് വന്നിട്ടുണ്ടോ? ചില സമയത്ത്, എപ്പോഴും ഇല്ല, ചില സമയത്ത്. കാരണം പബ്ലിക് പ്രോഗ്രാംസിനൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഉമ്മമാരുടെ മുന്നിലൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്, ചെറിയ കുട്ടിയാണെന്നുള്ള രീതിക്ക്. ഇപ്പൊ 10th എന്നൊക്കെ പോയ സമയത്ത് ഞാൻ സെഷനൊക്കെ എടുത്ത് കഴിഞ്ഞു. ഒരു ലാസ്റ്റ് ഒരു വയസ്സായ ഒരു ഉമ്മ വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മാഷാ നല്ല ക്ലാസ് ഒക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഞാൻ ഫാത്തിമ മിൻഹ 10th ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും മുഖത്തും 10th ക്ലാസ്സിലോ എന്നുള്ള രീതിയിലായിപ്പോയി. കാരണം ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഏജ് വെച്ചിട്ട് അവർ കണക്കെടുക്കും, ഇത്ര ചെറിയ കുട്ടിയാണ് പറഞ്ഞത് പറയാനാ. പക്ഷെ അതിലല്ല കാര്യം, ഏജിലല്ല കാര്യം. നമുക്ക് എത്ര അറിവുണ്ട്, നമ്മൾ എത്ര ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്നത്. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്നുള്ളത് ഞാൻ പലപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. ഏജിൽ ഒരിക്കലും ലിമിറ്റേഷൻ ഇല്ല. ഇനി പഠിക്കാനായിക്കോട്ടെ, നമ്മൾ പറയാനായിക്കോട്ടെ, പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ ഗോ ഫോർ ഇറ്റ്. അപ്പോൾ ഇതൊരു വെല്ലുവിളിയായിട്ട് വന്നതെന്ന് വെച്ചാൽ അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ ചില സമയത്ത് പബ്ലിക് പ്രോഗ്രാമിൽ പോകുമ്പോൾ ഇങ്ങനെ ചോദിക്കും, എത്ര ചെറിയ കുട്ടിയാണോ ഇങ്ങനെ ക്ലാസ് എടുക്കണേന്ന് ചോദിക്കും. അത് പക്ഷേ മിൻഹയുടെ സെഷൻ അറ്റൻഡ് ചെയ്ത ആരും അത് പറയില്ല, കാരണം അത്രയും ഡീപ്പറായിട്ടാണ് ഓരോ കാര്യവും പറയാറുള്ളത്. അത് മേ ബി എക്സ്പീരിയൻസിൽ നിന്നൊക്കെ ആയിരിക്കും. പിന്നെ പ്രഗ്നൻസി ടൈം മുതലേ കേൾക്കുന്നത് പോലും ഈ വേൾഡിലേക്ക് വരുന്നതിന് മുമ്പ് കേൾക്കുന്നതും ഈ സംഭവങ്ങളൊക്കെ ആണല്ലോ. അപ്പം അതെന്തായാലും ഒരു മേജർ റോളായിട്ട് തന്നെ ലൈഫിൽ ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മളുടെ മാമാസ് കിങ്ഡം ആണെങ്കിലും ഒരുപാട് പേര് സ്ട്രെസ്, പാരന്റ്ഹുഡ് ഈക്വൽ ടു സ്ട്രെസ് എന്നാണ് പലരും ഇപ്പോഴും പറയുന്ന ഒരു കാര്യം. അത് വരുന്നത് പലരും പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കല്യാണം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു കുട്ടി ആയതോട് കൂടിയിട്ട് കംപ്ലീറ്റ് അവരുടെ ഡ്രീംസ് കാര്യങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് ഫുള്ളി മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കേണ്ടി വരുമോ എന്നുള്ളൊരു പേടിയാണ് ഇങ്ങനെ സ്ട്രെസ്, അല്ലെങ്കിൽ ആ ഒരു കാര്യമാണ് ഇത്. അതിൻ്റെ കൂടെ സൊസൈറ്റി എന്നുള്ള ഒരുപാട് കമൻസും കാര്യങ്ങളും. അപ്പം ഉമ്മ രണ്ടും നല്ല രീതിക്ക് ബാലൻസ് ചെയ്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഇത് നല്ല രീതിയിൽ മാനേജ് ചെയ്തതായിട്ട്. അപ്പം അതെന്തൊക്കെയായിരുന്നു അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ചില ടിപ്സ് എല്ലാവർക്കും ഷെയർ ചെയ്യും? ടിപ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ HM ആവുമ്പോൾ നമുക്ക് ഓൾറെഡി സ്ട്രെസ് ഉണ്ടാവും. പിന്നെ ടീച്ചറാകുമ്പോൾ നമുക്ക് അത് ആ ടീച്ചിങ് അത് ആ പ്രൊഫഷൻ മാത്രം നമ്മൾ അത് മാത്രം ഫോക്കസ് ചെയ്യും. ഇപ്പം അതല്ല, പിന്നെ ഒരു HM ലീഡർ ആകുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ മാനേജ് ചെയ്യണം. അപ്പം അതിൻ്റെതായ വർക്കിലൂടെ എന്തായാലും വരുന്നുണ്ട്, വീട്ടിലുള്ളവർ നിൽക്കുക എന്നുള്ളത്. അപ്പോൾ പിന്നെ എനിക്ക് വീട്ടിൽ നല്ല സിറ്റുവേഷനാണ്. പിന്നെ ഹസ്ബൻഡ് ആണെങ്കിലും ഇപ്പം മക്കളാണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവാണ്. അതായത് ഇപ്പോൾ ടീച്ചറാകുന്ന സമയത്ത് ഞാൻ ഇവർക്ക് നന്നായിട്ട് പാരൻറ്റിങ് കൊടുത്തു. അവരെ ആ ഒരു
ലെവലെത്തിച്ചു. പിന്നെ ഇപ്പോൾ അവരിപ്പോൾ തിരിച്ച് എന്നെ ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് എനിക്ക് രണ്ടും മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ സ്കൂൾ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്, വീടും നന്നായിട്ട്, വീട്ടിൽ അവരും കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എനിക്ക് നന്നായിട്ട് പോകുന്നുണ്ട്. അവരെ സപ്പോർട്ടില്ലെങ്കിൽ ഒരിക്കലും എനിക്ക് ഒന്നും ചെയ്യാനാവില്ല. പിന്നെ എനിക്ക് ഫാമിലി സപ്പോർട്ടും അതുണ്ട്. നമ്മുടെ ഫാമിലിയിലാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു HM ആണെങ്കിൽ നമുക്ക് നല്ല ഒരു സപ്പോർട്ടുണ്ട്. ഞാനൊന്ന് ആഡ് ഓൺ ചെയ്തോട്ടെ. നമ്മൾ പൊതുവെ പറയും ബാലൻസിങ് അതൊരു ഉമ്മയുടെ മാത്രം ജോലിയല്ല. ഒരു പ്രൊഫഷൻ ഉണ്ടെങ്കിൽ പോലും അതൊരു ഉമ്മയുടെ മാത്രം ജോലിയല്ല അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുന്നത്. ഞാൻ പറയാൻ കാരണം, ഒരു ഉമ്മ വർക്കിംഗ് വുമൺ ആണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് എന്തായിരിക്കും വർക്കിംഗ് ആയിരിക്കും, പക്ഷെ എന്നാലും അതൊരു മ്യൂച്വൽ സപ്പോർട്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി രണ്ടുപേർക്കും നല്ല രസകരമായിട്ട് ആ ഒരു വീട് നയിക്കാൻ പറ്റും. ഇപ്പോൾ വീട്ടിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മ നല്ല സ്ട്രെസ്സാണ്, ഉമ്മക്ക് പ്രിൻസിപ്പൾ എന്നുള്ളത് നല്ല സ്ട്രെസ്സുള്ള പരിപാടിയാണ് ഒരു സ്കൂൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുന്നത്. അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും, ഒരുപാട് പുതിയ കാര്യങ്ങളുണ്ടായിരിക്കും, പൊതുവായിട്ട് ഇന്നോവേഷൻസ് ഉണ്ടായിരിക്കും. ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് സ്കൂൾ എന്ന് പറയുന്നത്. പക്ഷേ അത് മനസ്സിലാക്കി ഞങ്ങളുടെ വീടുകളിൽ നിൽക്കുക എന്ന് പറയുന്നതാണ്. ഒരു ഉപ്പ ആയിക്കോട്ടെ, ഉപ്പ നല്ല സപ്പോർട്ടീവാണ്, ഈസ് എ വെരി ഗുഡ് ഹസ്ബൻഡ്. അപ്പോൾ ഞാനായിക്കോട്ടെ, ഞാൻ എന്ത് ചെയ്യും മകളെ നിൽക്കുക, അതിന് വേണ്ട സപ്പോർട്ട് ഉമ്മക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ വീടുകളുടെ ഉള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും, അതൊക്കെ കണ്ടറിഞ്ഞ് നമ്മൾ നിൽക്കണം. എല്ലാം ഒരു ഉമ്മ ബാലൻസ് ചെയ്യണം, എല്ലാം ഉമ്മയുടെ തരിയിൽ എന്നുള്ളതല്ല. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് മ്യൂച്വൽ സപ്പോർട്ടിങ്. ഒരു കല്യാണം എന്ന് പറയുന്നത് തന്നെ ഒരു സപ്പോർട്ടിംഗ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അഡ്ജസ്റ്റ്മെൻറ്റ് എല്ലാം കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ കണ്ടത് നമ്മുടെ ഉപ്പൻ്റെയും ഉമ്മൻ്റെയും ലൈഫിൽ നിന്നാണ്. കാരണം ഉമ്മ ഭയങ്കര ബിസി ആവുന്ന സമയത്തും അതിനെ കൂടെ സ്ട്രെങ്തനായിട്ട് സപ്പോർട്ട് ചെയ്യാൻ വാപ്പ ഉണ്ടാകും. അപ്പോൾ ഏത് സമയത്തും സപ്പോർട്ട് ചെയ്യാനും, ഇപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകും, ഇപ്പോൾ ഇവിടെ എല്ലാത്തിനും ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ട്. നമ്മുടെ രണ്ടുപേരുടെ ലൈഫിൽ ഏറ്റവും വലിയ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഉപ്പയാണ്. അപ്പോൾ എന്തിനും ഏതിനും സപ്പോർട്ട് ചെയ്യുക, നമുക്കൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ സേഫായിട്ട് കൊണ്ടു നടക്കാനും. അപ്പോൾ ഞാൻ പറയുന്നു, അത് നിങ്ങളായിക്കോട്ടെ, ഏത് എന്താ പറയുക വർക്കിംഗ് വുമൺ ആയിക്കോട്ടെ, ആ മ്യൂച്വൽ സപ്പോർട്ടിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫീലിംഗ്. എല്ലാം ഉമ്മ ബാലൻസ് ചെയ്യണമെന്നതല്ല, രണ്ടുപേരും മനസ്സിലാക്കി ആ വീടുകളിൽ നിൽക്കുക എന്നുള്ളതാണ്. പക്ഷെ പലർക്കും കിട്ടാത്തതും അതാണ്, പലരും പറയുന്ന കാര്യം അതാണ്. എല്ലാ എഫേർട്ടും ഫാമിലിക്ക് വേണ്ടിയിട്ട് ഉമ്മ എടുക്കണം എന്നുള്ളൊരിതാണ്. ഒരു മദർ ആണെങ്കിൽ അവരാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഹസ്ബൻഡിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അവരുടെ വർക്കും ഫിനാൻഷ്യൽ കാര്യങ്ങളും മാത്രമാണ്. ഒരു പാരന്റ് എന്ന് പറയുമ്പോൾ ഒരു ഉമ്മ മാത്രമല്ല, അതിന്റെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള വാപ്പക്കും കൂടെ ഉണ്ട്. രണ്ടുപേരും കൂടി ഒരുമിച്ച് ചെയ്യേണ്ടതാണ് പാരന്റിങ് എന്ന് പറയുന്നത്. ഒരിക്കലും ഫൈനാൻഷ്യലി കൊടുക്കുന്ന ഒരാൾ മാത്രമല്ല ഉപ്പ എന്ന് പറയുന്നത്. ഫൈനാൻഷ്യലി കൊടുക്കുന്ന ഒരാളാണ് ഹസ്ബൻഡ്, യെസ് ദാറ്റ് ഷുവർ. ബട്ട് സ്റ്റിൽ അതിൻ്റെ കൂടെ തന്നെ സപ്പോർട്ടിംഗ് ആയിട്ട് മെന്റൽ സപ്പോർട്ടും കൂടി ഒരു ഹസ്ബൻഡിന് നിലക്ക് ഒരു വൈഫിന് വേണ്ടി കൊടുക്കണം. പലപ്പോഴും പറയും സമയം കണ്ടെത്തുന്നില്ല, ബിസി വിത്ത് വർക്ക്, അതാണ് ഇതാണ്. അതൊന്നുമല്ല വേണ്ടത്. ഗേൾസിന് അല്ലെങ്കിൽ ഒരു വൈഫിന് ഏറ്റവും കൂടുതൽ വേണ്ടത് സമയമാണ്, സംസാരമാണ്. ഒന്ന് കേട്ടിരുന്ന് കൊടുത്താൽ മതി, വേറെ ഒന്നും വേണ്ട. കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് എല്ലാ ഹസ്ബൻഡ്മാരും തയ്യാറാവണം എന്നുള്ളത് മാത്രം. നമ്മളുടെ പാരന്റിന്റെ മെന്റൽ ഹെൽത്ത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ചൈൽഡിന്റെ വ്യക്തിത്വ വികാസത്തിനൊക്കെ, ഒരു കുട്ടിയുടെ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നതിൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് പാരന്റിന്റെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ പലർക്കും അതിൻ്റെ ഒരു അവയർനെസ് അല്ലെങ്കിൽ നമ്മളുടെ മെന്റൽ ഹെൽത്തിന് ഒരു പ്രാധാന്യം കൊടുക്കാണ്ടാണ്. അതാണ് പല രീതിക്കുള്ള കോൺട്രവേഴ്സീസ് അല്ലെങ്കിൽ ഫാമിലിയിൽ കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നത് ഈ ഒരു അവയർനെസ് കുറവുകൊണ്ടാണ്. അപ്പം ഇവർക്ക് എങ്ങനെയൊക്കെ ഇതിനെ ഈ ഒരു പരിഹാരം എന്തൊക്കെയാണ്? നിങ്ങളിപ്പം ബാലൻസ് ചെയ്തത് പറഞ്ഞു, ഒരുപാട് സെഷൻസ് കാര്യങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് അതിൽ നിന്ന് വന്നിട്ടുള്ള റിയലൈസേഷൻ കൊണ്ടാണ് ഒരുപാട് പാരൻറ്റിങ്ങിലായാലും മാറ്റം വരുത്തിയതൊക്കെ. അപ്പം ഇങ്ങനെ ഇല്ലാത്ത, ഇതുവരെ അതിനൊന്നും മുതിരാത്ത അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാത്തവർക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? അവർക്ക് നമ്മൾ പേരൻസ് ഒരു റോൾ മോഡലാവുക. നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടേ ഇരിക്കണം. പേരൻസ് എന്ന് പറയുന്നത് ജീവിതാവസാനം വരെ പഠിക്കണം എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മളിനി ഗ്രാൻഡ് പാരൻസ് ആവും. ഈ മക്കൾ ജോലിക്ക് പോകുമ്പോൾ ഇവരെ മക്കളെ നോക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു ന്യൂജൻ പാരൻ്റായി മാറണം. കാര്യങ്ങൾ പഠിച്ചെങ്കിലല്ലേ. അപ്പോൾ നിരന്തരം പഠിച്ചുകൊണ്ടേ ഇരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഉമ്മൻ്റെ മെൻ്റൽ ഹെൽത്ത് ഇതാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു, എന്താ പറയുക, ഉമ്മ പുസ്തകം വായിക്കും. നമ്മളുടെ ഹാപ്പിനെസ്സിനും സമയം ഉമ്മ കണ്ടെത്താറുണ്ട്. നമ്മളെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നല്ല, മക്കൾക്കും വേണ്ടിയിട്ട് ആകുന്ന സമയത്താണ് എവിടെയൊക്കെ നമ്മളെ നഷ്ടപ്പെട്ടു എന്നുള്ള ഫീല് വരുന്നിടത്താണ് ഇങ്ങനെയുള്ള സ്ട്രെസ് കൂടുതലായിട്ട് കാണുന്നത്. നമ്മളുടെ കരിയർ പോയി, നമ്മളുടെ ഇഷ്ടങ്ങൾ പോയി, എല്ലാം ഫാമിലിക്ക് കിഡ്സിന് വേണ്ടിയിട്ട് എല്ലാം എന്നെ തന്നെ നഷ്ടപ്പെട്ടു എന്നുള്ള ഉമ്മ രണ്ടിനും സാക്രിഫൈസ് ചെയ്തു എന്നുള്ളതാണ്. സ്കൂളിന് വേണ്ടി സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്, വീടിന് വേണ്ടി സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. പുസ്തകം വായിക്കുമ്പോൾ ഉമ്മക്ക് വേണ്ടി സമയം കണ്ടെത്താറുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതാറുണ്ട്, ഫൊർഗീവ്നെസ് ജേർണൽ എഴുതാറുണ്ട്. ഇതൊന്നും ചിലപ്പോൾ നമ്മളെന്ത് ചെയ്യൂല, ഇപ്പം ജീവിതം എന്തായാലും ഇങ്ങനെ ഇനി മക്കൾക്ക് വേണ്ടി അതല്ല, കുറച്ച് സമയം നമ്മളെ കൂടെ സ്പെൻഡ് ചെയ്യണം. ട്രിപ്പ് പോകാൻ, ചായ കുടിക്കാൻ, ഫാമിലി ആയിട്ടിരിക്കാൻ, സ്വന്തമായിട്ടിരിക്കാൻ, ഇതിനൊക്കെ ഉമ്മ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഉമ്മ പുസ്തകം വായിക്കുകയാണ്. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ മൈൻഡുമായിട്ട് കുറച്ചുകൂടി കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി പുതിയ അറിവുകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് വരും, പുറത്തുനിന്ന് കിട്ടുന്നതല്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് ചിലപ്പോൾ ചില സമയങ്ങളിൽ ചില കാര്യങ്ങളിൽ നമ്മുടെ സെൽഫ് നമ്മളോട് കുറേ കാര്യങ്ങൾ പറയും. അത് ഓപ്പണായിട്ട് നമ്മൾ റിസീവ് ആകണം. അത് റിസീവ് ആകുമ്പോൾ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് വേണ്ടി, ഹസ്ബൻഡിന് വേണ്ടി എന്നുള്ളതിലുപരി രണ്ടുപേർക്കും ജീവിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും ഉമ്മക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്.
അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് വളരെയധികം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മിൻഹയുടെ ലൈഫ് ഇങ്ങനെ ആവാനുള്ള കാരണം എന്ന് പറയുന്നതും അത് ഫുള്ളി വന്നത് ഇവിടുന്നാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഒരു വ്യക്തി എന്നുള്ള നിലയിലും പ്രൊഫഷന്റെ കാര്യത്തിലായാലും പേഴ്സണൽ ഒരു മീ ടൈം കണ്ടെത്തുക എന്നൊക്കെ പറയും, ഇത്രയും ബിസി ഷെഡ്യൂൾ ആയിട്ടുള്ള ഒരാള് ഇങ്ങനെ പോകുന്ന പറയുമ്പോൾ പിന്നെ ഇതിലെ വലിയ അത്ഭുതപ്പെടാനില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ പറയാനുള്ളത് പിന്നെ നമ്മൾ ഗോള് വേണം വെച്ചാൽ നമുക്ക് ലൈഫിൽ, അതായത് നമുക്ക് കരിയറിലൊരു ഗോള് വേണം, അതുപോലെ തന്നെ നമ്മൾ ഫാമിലിയിൽ വേണം, മക്കളെ കാര്യത്തിലൊക്കെ നമുക്കൊരു ഗോള് വേണം. എങ്കിലും അതൊക്കെ അതെ പ്ലാൻഡ് ആയിട്ട് നമ്മൾ പോയാൽ നമുക്ക് ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു പോകും. പക്ഷേ ഗോള് കരിയർ എന്ന് പറയുന്ന സമയത്ത് മക്കൾ ഇതായി തീരണം എന്നൊരിക്കലും വാശി പറയില്ല. മക്കളുടെ എന്താണ് ഇപ്പോൾ ഉമ്മടി കേസ് പറയുകയാണെങ്കിൽ ദേ നോ മൈ പാഷൻ, അവർക്ക് എൻ്റെ പാഷൻ മനസ്സിലായി, അതിനുള്ള സപ്പോർട്ട് അവർ പ്ലാൻ ചെയ്തു. ഓക്കെ മിൻഹ ഇന്ന ലെവലിൽ ഇന്ന രീതിയിൽ എത്തണം എന്നുള്ളത് അവർക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് മാഷാഅല്ലാഹ് ജീവിതം മുന്നോട്ട് പോയി എന്നുള്ളതാണ്. ഇപ്പോൾ പല സ്റ്റുഡൻസും ഉണ്ട്, ചില പാരൻസ് ഉണ്ട്, എനിക്ക് ഡോക്ടറാകാൻ പറ്റിയില്ല, എൻ്റെ മക്കൾ എന്തായാലും ഡോക്ടറായിട്ട് കാണണം, ടീച്ചറാകാൻ പറ്റില്ല എന്തായാലും ടീച്ചറായിട്ട് കാണണം എന്ന് അടിച്ചേൽപ്പിക്കുക. അത് ചെയ്യരുത്. അത് ശരിക്കും ആ കുട്ടികളെ മെൻ്റലി ഭയങ്കര ഒരു ഡിസോർഡറിൽ എത്തിക്കും. നേരെ മറിച്ച് എന്താണോ പാഷൻ മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട സപ്പോർട്ട് കൊടുത്തോട്ടെ, നോ ഇഷ്യൂസ്. അവർക്കും ഒരു കരിയർ ഗോൾ ഉണ്ടായിരിക്കണം, അവർക്കും ഒരു ഇതുണ്ടായിരിക്കണം. അതിൻ്റെ കൂടെ തന്നെ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. പിന്നെ ഇന്ന് നമ്മൾ കാണുന്നതാണ് ഇന്നത്തെ ന്യൂജൻ കാലഘട്ടത്തിൽ കല്യാണത്തിനോടുള്ള മടി, അതിനൊക്കെ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയാൽ മതി, ആരുടെ ഒരു ഹസ്ബൻഡ് വേണ്ട എന്നുള്ള അല്ലെങ്കിൽ ഫാമിലി ലൈഫ് വേണ്ട എന്നുള്ളൊരു കൺസെപ്റ്റാണ് മെജോറിറ്റി പെൺകുട്ടികളും കല്യാണത്തിന് ഒരു വിമുഖത കാണിക്കുന്ന ഒരു ജനറേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പം ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറയുന്നത് എന്തായാലും നമുക്ക് ഫാമിലി ഉണ്ടെങ്കിൽ ലൈഫ് ലോങ് നമ്മുടെ ഈ ഒരു സന്തോഷവും കാര്യങ്ങളും, ഇനിയിപ്പോൾ നമ്മൾ ഫിനാൻഷ്യലി എത്ര സെറ്റ് ആയിക്കോട്ടെ, നമ്മൾ ഒരുപാട് കാര്യം നേടിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ റിയൽ ആയിട്ടുള്ള ഒരു സന്തോഷം നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി നമ്മളുടെ കൂടെ വേണം. അപ്പം ഇങ്ങനെ ഇപ്പോൾ സ്വന്തം ആയിട്ട് ഒരു സെൽഫ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്നാൽ മതി, എനിക്കാരും വേണ്ട എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ഒരുപാട് പെൺകുട്ടികൾ, അവർക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കാൻ രണ്ടുപേർക്കും പറയാം? അത് നല്ലൊരു ശരിയായ പ്രവണത അല്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എൻ്റെ കാഴ്ചപ്പാടാണ്. നമ്മളൊരു ഇത്ര വയസ്സാകുമ്പോൾ നമ്മൾ കല്യാണം കഴിപ്പിക്കണം, പാർട്ണർ വേണം, ഒരു ഫാമിലി വേണം, നല്ലൊരു ഹാപ്പി ലൈഫ് ഉണ്ടാവുള്ളൂ എൻ്റെ ഒരു കാഴ്ചപ്പാട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താണെന്ന് വെച്ചാൽ കമ്മിങ് ടു ജെൻസിൻ്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് ജെൻസ് ഒരു സെറ്റിൽ ആയി കഴിഞ്ഞാൽ അവർക്ക് എക്സാക്ട്ലി ഒരു ഫാമിലി വേണം. അവർ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയി കഴിഞ്ഞാൽ, അവർ ഫൈനാൻഷ്യലി കുറച്ചുകൂടി മുന്നോട്ടായി കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും ഒരു ഫാമിലി വേണം. പക്ഷേ ഗേൾസിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് അവർ ഇൻഡിപെൻഡൻ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് തോന്നുകയാണ് ഇനി വേറെ ആരും വേണ്ട, നമുക്ക് നമ്മൾ മതി. അതൊരു ചിന്ത ഗേൾസിൻ്റെ മൈൻഡിൽ വരികയാണ്. പക്ഷേ ഡെഫിനറ്റ്ലി അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, കുറെ ഇന്ന് കേൾക്കുന്ന കഥകള്, കല്യാണത്തിന് പീഡനങ്ങൾ, മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒരുപാട് സൂയിസൈഡുകൾ, ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇതൊക്കെ ഇവര് വിചാരിക്കുന്നത് ഇതിനേക്കാൾ ഭേദം നമ്മളെ സ്വന്തമായിട്ട് ജീവിക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതാണ് ഡിഫറെന്റ് കാറ്റഗറി എന്ന് പറയുന്നത്. ഗേൾസിൻ്റെ ലൈഫിലേക്ക് വരുമ്പോൾ ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ കുറച്ച് പണം കിട്ടുന്ന സമയത്ത് ഇനി വേറെ ആരും വേണ്ട, നമുക്ക് നമ്മൾ തന്നെ പോരെ എന്നുള്ള ചിന്ത. പക്ഷേ അതിന് ഡെഫിനറ്റ്ലി ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലല്ല. ഒരു ഏജ് എത്തി കഴിഞ്ഞാൽ വി നീഡ് എ പാർട്ട്ണർ. ആ പാർട്ട്ണറുമായിട്ട് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് നയിക്കുന്ന സമയത്ത് കിട്ടുന്നൊരു സമാധാനമുണ്ട്. ഞാൻ ബിലീവ് ചെയ്യുന്നത് ഐ ഡെഫിനറ്റ്ലി ബിലീവ് ഇൻ എ ഫാമിലി. കാരണം ഞാൻ അത് കണ്ട് വളർന്നിട്ടുണ്ട്. എനിക്കങ്ങനെ പണ്ട് കാര്യങ്ങളായിട്ട് ഒരുപാട് ട്രോമാസോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും മാഷാഅല്ലാഹ് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇഫ് യു ആർ എ ഗേൾ, ഒരു ഏജ് എത്തി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, കല്യാണത്തിന് വേണ്ടി തയ്യാറാവണം. ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് അത് ചൂസ് ചെയ്യണം. അത് ഏതെങ്കിലും പാർട്ട്ണറെ ചൂസ് ചെയ്യുന്നുള്ളതല്ല, മനസ്സിലാക്കി കണ്ടറിഞ്ഞ് റൈറ്റ് പാർട്ട്ണർ എത്തിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുക, ഡെഫിനറ്റ്ലി അതിന് യെസ് പറയാം. നല്ല കളറാക്കിയുള്ളൂ. പലപ്പോഴും പലരും പറയാം കല്യാണ ജീവിതം എന്ന് പറയുന്നത് അതാണ് ഇതാണ്, കല്യാണത്തിന് കഴിക്കണ്ട, കല്യാണം മറ്റേ മാരീഡ് ലൈഫ് എന്നുള്ളതിന് ലോക്കുള്ള ചിഹ്നം കൊടുക്കല്ലേ, അതിന് കൊടുക്കണം. ഹാപ്പി മാരീഡ് ലൈഫ് എന്ന് പറയുന്നത് എന്താണ്, സമാധാനപരമായിട്ടുള്ളൊരു വിവാഹ ജീവിതം. അതിന് വേണ്ടി തയ്യാറാവണം എന്നുള്ളത്. ഗേൾസ് ആയിക്കോട്ടെ, അത് കല്യാണം കഴിച്ചു വെച്ചിട്ട് ബ്ലോക്ക് ആവണം എന്നില്ല. ഹസ്ബൻഡ് സപ്പോർട്ടീവ് ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ ഗോ ഫോർ ഇറ്റ്. അങ്ങനെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന രണ്ട് മ്യൂച്വൽ പാർട്ട്നേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ മുന്നോട്ട് നയിക്കാൻ അത് ഹെൽപ്പ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഉമ്മൻ്റെ കാര്യത്തിൽ ഉപ്പ ഒരിക്കലും റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല. ഉമ്മ അതുകൊണ്ട് ഇപ്പോൾ എന്താ പ്രിൻസിപ്പളായി മാഷാഅല്ലാഹ്. ഹുസ്ന നസ്രിൻ്റെ കാര്യത്തിൽ ഷീ ഈസ് എ വെരി ബ്യൂട്ടിഫുൾ ഓൺട്രപ്രനർ നൗ. ഷീ ഹാസ് എ വെരി സപ്പോർട്ടീവ് ഹസ്ബൻഡ്. അപ്പോൾ ഇത് ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ പലപ്പോഴും നോക്കുന്നത് എന്താ പറയുക, ബാഡ് ഫേസിലേക്കാണ്, പ്രശ്നങ്ങളിലേക്കാണ് നമ്മൾ സ്റ്റുഡൻസ് നോക്കുന്നത്. ഇപ്പോൾ എന്നെ പോലുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും ആലോചിക്കുക അവർക്ക് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായില്ല കല്യാണം കഴിച്ചിട്ട് സ്വീറ്റ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് വിജയത്തിലെത്തിയ പേരുണ്ട്. അവരെ നോക്കാത്തത് നമ്മൾ നോക്കുന്നത് പ്രശ്നങ്ങളിലേക്കാണ്. നല്ലതിന് മേക്ക് ഫോക്കസ് ചെയ്തിട്ട് അതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ചീത്തതിലേക്കല്ല നമ്മൾ അധികം ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മുടെ മൈൻഡ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എങ്ങോട്ടാണ്, പ്രശ്നങ്ങളിലേക്കാണ്. രണ്ട് സൈഡ് ഉണ്ടല്ലോ, അങ്ങനെ മറ്റേ സൈഡ് നോക്കിയാൽ എന്തോ ഒരു പ്രശ്നമില്ല. ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഓൺടർപ്രണേഴ്സ് ഉണ്ട്, കപ്പിൾസ് ഉണ്ട്. അവരെ നോക്കുക, അവരുമായിട്ട് അങ്ങനത്തെ ഒരു ലൈഫ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വപ്നം കാണുക എന്നുള്ളത്.
ഓക്കെ, നമ്മളുടെ മാമാസ് കിങ്ഡത്തിലായാലും അവർ ഒരുപാട് പേര് വന്നിട്ടുള്ളത് ഈ ഒരു സ്ട്രെസ് കൊണ്ടാണ്. ഈ സ്ട്രെസ് റിലീസ് ചെയ്യാന്നുള്ളൊരു കാര്യമാണ്. അപ്പം ഈ പാരന്റിങ് എന്ന് പറയുന്നത് ശരിക്കും സ്ട്രെസ് ആണോ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, പാരന്റിങ് നല്ല ബ്യൂട്ടിഫുൾ ആയൊരു സംഭവം. അതെ 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 അതെ. നമ്മളെ ഒരു മോഡലായിട്ട് നിന്നിട്ട് ഒരു കുട്ടീനെ വാർത്തെടുക്കാൻ നമുക്ക് കാണാൻ പറ്റും. നമ്മളുടെ റിഫ്ലക്ഷൻ ആണ് പലരും പറയാറുണ്ട്. ഓക്കെ, അപ്പം അവർക്ക് എന്ത് മെസ്സേജ് ആണ് കൊടുക്കാനുള്ളത്? ഈ ഒരു ബാലൻസ് കൊണ്ടുപോകുന്ന ശരിക്കും തന്റെ ലൈഫ് കൊണ്ട് തന്നെ പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഉമ്മ. അപ്പൊ ഉമ്മക്ക് എന്തായാലും പറയാനുണ്ടാവും അവർക്കൊരു ബ്യൂട്ടിഫുൾ മെസ്സേജ്. നല്ലൊരു കുടുംബജീവിതം നയിക്കുക, നല്ല കുട്ടികളെ, ലോകത്തിന് ഉപകാരപ്പെടുന്ന നല്ല കുട്ടികളെ വളർത്തിയെടുക്കുക, വാർത്തെടുക്കുക, ഇതെനിക്ക് പറയാനുള്ളത്. കരിയറിന് വേണ്ടി കരിയറും കൊണ്ടുപോകണം, അതേപോലെ പാരന്റിങ്ങും കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹിച്ചിട്ട് അത് പറ്റാണ്ട് സ്ട്രെസ്സായി വന്നിട്ടുള്ളവരാണ്. അപ്പം അവർക്കുള്ളൊരു രണ്ടും കൂടി ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ചെറിയ റിസ്ക് ആണ്. കരിയറും പാരന്റിങ്ങും ടു ബി ഹോണസ്റ്റ് ഇറ്റ് ഈസ് എ റിസ്ക് തിങ്. കാരണം ഒരു സൈഡിൽ മക്കളുണ്ട്, ഒരു സൈഡിൽ കരിയർ ഉണ്ട്. ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്യാനുള്ളത് റിസ്ക് തന്നെയാണ്. പക്ഷേ അത് സാക്രിഫൈസ് ചെയ്തിട്ട് അതിന് വേണ്ടി രണ്ടിനും സമയം കണ്ടെത്തി കഴിഞ്ഞാൽ എൻജോയ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഭവം. പാരന്റിംഗ് എന്ന് പറയുന്നത് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമല്ല. പാരന്റിംഗ് നല്ല രസകരമായിട്ടുള്ള സംഭവമാണ്. നമ്മുടെ മൈൻഡിൽ ഭയങ്കര സ്ട്രെസ് ആണെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് സ്ട്രെസ്സായി മാറും. പക്ഷേ ആ മക്കൾ വളർന്നു വരുന്ന ഓരോ സ്റ്റേജും കണ്ട് അത് എൻജോയ് ചെയ്ത് അതിന് കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫീലിംഗ്. ലോകത്തിൽ കിട്ടാമെന്ന് വെച്ചിട്ട് ഏറ്റവും നല്ല ജോബ് ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഒരു ഉമ്മ ആവാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ല ജോബ്. വേറൊരു ജോബും ഇല്ല. ഏറ്റവും ബെസ്റ്റ് ജോബ് ഇസ് ബീങ് എ മദർ. അപ്പോൾ എന്താ പറയുക, കരിയർ എന്ന് പറയുന്നത് ഒരു സൈഡിൽ ഉണ്ടായിക്കോട്ടെ, പക്ഷേ അതിൽ കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഒരു ഫാമിലി പേഴ്സൺ ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. കാരണം കരിയർ ഒരു സൈഡിലുണ്ടായിരിക്കും, പക്ഷേ എന്നാലും ഞാൻ വിശ്വസിക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡെഫിനറ്റ്ലി എനിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഫാമിലിക്കാണ്. കാരണം അവിടെ ഞാൻ വളർത്തി വലുതാക്കുന്നത് ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള 2 മക്കളെ ആയിരിക്കും, 3 മക്കളെ ആയിരിക്കും. മക്കളെ വളർത്തി വലുതാക്കുകയാണ് ഞാൻ സമൂഹത്തിന് വേണ്ടിയിട്ട്. അത് ഏറ്റവും വലിയൊരു ജോബാണ് എനിക്ക് എൻ്റെ ഗോഡ് എൻ്റെ തലയിലിട്ട് തന്നിട്ടുള്ളത്. പടച്ച റബ്ബ് എന്നിൽ ഏൽപ്പിച്ചൊരു ജോബാണത്. അത് ഞാൻ ഏറ്റവും നല്ല ജോബായിട്ട് കാണുന്നുണ്ട്. അപ്പം അങ്ങനെ സ്ട്രെസ്ഫുൾ ആയിട്ട് നിൽക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ടൈം മാനേജ് ചെയ്തിട്ട് രണ്ടിനും വേണ്ടി സപ്പോർട്ട് കൊടുക്കുക. നിങ്ങളിപ്പോൾ ഒരു ഡോക്ടറാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ കയറി ചെല്ലുന്ന ഡോക്ടറായിട്ടായിരിക്കരുത്. നിങ്ങൾ വീട്ടിൽ കയറി ചെല്ലുന്നത് ഒരു ഉമ്മയായിട്ട് തന്നെ ആയിരിക്കണം. ആ കുട്ടീനെ മനസ്സിലാക്കുന്ന ഒരു മാതാവായിട്ട് തന്നെ ആയിരിക്കണം. അത് എഞ്ചിനീയർ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അത് വാപ്പമാരായിക്കോട്ടെ. വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞിട്ട് ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നവരല്ല ഒരു ഫാദർ ആവേണ്ടത്. ഫാദർ എന്ന് പറയുന്നത് മക്കൾ അവിടെ മനസ്സിലാക്കുന്നവരായിരിക്കണം. അപ്പോൾ ഞാൻ പറയുന്നു, ബാലൻസിങ് ഇറ്റ് ഈസ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. പക്ഷേ എന്നാലും ടൈം മാനേജ് ചെയ്തിട്ട് രസകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങളുടെ കരിയറും നിങ്ങളുടെ പാരൻറ്റിങ്ങും നല്ല രസകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് കാണും വേണ്ട. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സെൽഫിനെ മനസ്സിലാക്കി നമുക്ക് വേണ്ടി കുറച്ച് സമയം ഇരിക്കുക എന്നുള്ളത് മാത്രമാണ്. എന്ത് പ്രശ്നത്തിലൂടെയാണ് ഞാൻ പോകുന്നത് മനസ്സിലാക്കിയിട്ട് നമ്മളുമായിട്ട് ഇരിക്കുക. അതാണിപ്പോൾ നമുക്ക് ഇല്ലാത്തത്. നമ്മൾ പലപ്പോഴും നമ്മളാരും കേൾക്കാനില്ല, കാണാനില്ല. അത് എനിക്ക് ഹസ്ബൻഡ്മാരോട് പറയാനുള്ളത് അവരുമായിട്ട് ഇരിക്കുക, സംസാരിക്കുക, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. ഇപ്പോൾ പ്രവാസി ഹസ്ബൻഡ്മാരൊക്കെ ഉണ്ടായിരിക്കും. അവിടെയൊക്കെ നമ്മൾ മിസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ബോണ്ട് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഒരു ഫാമിലി എന്ന് പറയുന്നത് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് രസകരമായിട്ട് നയിക്കുക. നിങ്ങളുടെ കൈകളിലെ മക്കൾ എന്ന് പറയുന്നത് പടച്ച റബ്ബുകൾക്ക് തന്നൊരു ഡയമണ്ടാണ്. ആ ഡയമണ്ടിന് ഏറ്റവും നല്ല രസകരമായിട്ട് ലോകത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ജോബ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു കല്ലായിരിക്കും നമുക്ക് തരുന്നുണ്ടായിരിക്കുക, പക്ഷെ അത് വെട്ടി നുറുക്കി നമ്മളൊരു രസകരമായിട്ടുള്ളൊരു ശില്പമാക്കി മാറ്റുന്നതാണ് അതിൻ്റെ ഒരു ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുഞ്ഞ് പ്രസവിക്കുന്നത് മുതൽ ഗർഭത്തിലെത്തുന്നത് മുതൽ നമ്മളെ കയ്യിൽ കിട്ടുന്നത് ബാക്കിയെല്ലാം നമ്മളുടെ അടുത്താണ്. ഏറ്റവും പ്യുവറായിട്ടാണ് നമ്മുടെ കൈകളിൽ ആ കുഞ്ഞെത്തുന്നത്. പിന്നെ നമ്മൾ എന്ത് അതിന് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഒരു ചെടി അതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചീത്ത വളം കാര്യങ്ങൾ ഇട്ട് കൊടുത്തിട്ട് കേടെടുത്താം. പക്ഷെ നല്ല വെള്ളം നല്ല വളവും കൊടുത്താൽ നല്ല പൂക്കളും നല്ല എന്താ പറയുക പഴങ്ങളും തരുന്നൊരു ചെടിയായിട്ട് മാറും അത്. അപ്പം അങ്ങനെ ഒരു പ്യുവറായിട്ടുള്ള ഒരു മനുഷ്യൻ നമ്മുടെ കൈകളിലേക്ക് എത്തുന്ന സമയത്ത് അതിനെങ്ങനെ നമ്മൾ വാർത്തെടുക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. അങ്ങനെ വാർത്തെടുക്കാൻ പറ്റുന്ന നല്ല മാതാപിതാക്കളാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. കാരണം കുട്ടികൾ വാർന്നു പോയിക്കോളും. 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സ് 4 വയസ്സ് അതെ, എഫേർട്ട് ഒന്നും എടുക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ വാർത്തെടുക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്, പ്രത്യേകിച്ച് ഈ ജനറേഷനിൽ. അപ്പോൾ ചീത്തയിലേക്കൊന്നും പോകാതെ നല്ല കാര്യങ്ങൾ നന്മ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അടിക്കാതെ നല്ല രീതിയിൽ വളർത്താൻ പറ്റട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. ഉമ്മനെ അങ്ങനെ ആരും അങ്ങനെ പബ്ലിക്കലി കണ്ടിട്ടില്ല തോന്നുന്നു. പിന്നെ ചെറുതായിട്ട് കാരണം
എല്ലാവർക്കും അറിയേണ്ടത് ഈ മിൻഹ ഇങ്ങനെ ആവാനുള്ള കാരണം അത് എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി. ഉമ്മ ചെറുതായി ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ക്യാമറ ഫേസ് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ പുറത്തു കൊടുക്കുമെന്ന് വിചാരിക്കണം. പക്ഷെ അങ്ങനെ ഒരു ഫീലും വന്നിട്ടില്ല. അപ്പം പലർക്കും ഭയങ്കരമായിട്ട് ആകാംക്ഷയോടെ കാത്തിരുന്നത് ഈ മിൻഹ ഇങ്ങനെ ആവാനുള്ള കാരണം, അല്ലെങ്കിൽ ഈ ഒരു ഏർലി വളരെ യങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു മോളാണ്. അപ്പം ഇത്രയും ഏജിൽ തന്നെ ഇത്രയും പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാകത്തിന് ഇങ്ങനെ എല്ലാവർക്കും ഉമ്മാക്കനെ പ്രൗഡാക്കുന്ന രീതിയിൽ മോളെ എത്തി നിൽക്കുകയാണ്. ഇനി ഒരുപാട് ഉയരങ്ങൾ ആൾക്ക് കീഴടക്കാൻ വേണ്ടിയിട്ട് പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പം അതിന്റെ പിന്നിലുള്ള വലിയൊരു റീസൺ എന്ന് പറയുന്നത് ഉമ്മയാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും. ഫസ്റ്റ് ആയിട്ടാണ് ഉമ്മ ക്യാമറക്ക് മുന്നിൽ വരുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു ഇതും ഇല്ലാണ്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് വളരെ വലിയൊരു ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ്. നമ്മുടെ ഭാഗത്തുനിന്ന് താങ്ക് യു സോ മച്ച്. ഇത് കേൾക്കാൻ ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ട്, അവരിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്